എൻ്റെ പേര് അജ്മൽ. ഞാനായിരിക്കും നിങ്ങൾക്ക് ജോഗ്രഫിയുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ KESന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് വാസ് ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ഓരോരുത്തരായിട്ട്. ആൻഡ് ബാച്ചസിന്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓൺലൈൻ റെക്കോർഡഡ് സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് മന്ത് വിൽ ബി ലോഞ്ചിങ് ദി ആപ്ലിക്കേഷൻ. ബട്ട് ബിഫോർ ദാറ്റ് സമയം കുറവായതുകൊണ്ട് ലൈവായിട്ട് സെഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സെഷൻസ് അടക്കം റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു രീതി. ആൻഡ് KES എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിനി അതൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഈ KES എന്ന് പറയുന്ന നമ്മളുടെ ഈ വട്ടത്തെ KES എക്സാമിനേഷൻ, അതായത് കഴിഞ്ഞ KESന്റെ അതേ സിലബസും അതേ പുസ്തകങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പഠിക്കാനുള്ളത്. പക്ഷേ ഈ KES എക്സാമിലേക്ക് വരുമ്പം നമുക്ക് കുറച്ചുകൂടി, അതായത് ആസ് എൻ ആസ്പിറന്റ് എക്സാം എഴുതുന്ന ആൾ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസീസ് കാര്യമായിട്ട് കുറഞ്ഞത് തന്നെയാണ് ആ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ എക്സാമിന്റെ പ്രിലിംസിന് കിട്ടിയ സമയം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് അത്ര പോലും സമയമില്ലതാനും. പിന്നെ അത് അന്ന് ആദ്യത്തെ ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് PSC പോലും ആ പാറ്റേൺ ചെയ്തു വരുന്നത്. അപ്പൊ അതിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്തും ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പിക്ക് ചെയ്തതും വന്നതും എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. പാറ്റേൺ ചേഞ്ച് ആയതുകൊണ്ട് ആസ്പിറൻസിന് ഡിഫറൻസ് ഫീൽ ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് കഴിഞ്ഞ 4 വർഷമായി നടന്ന വളരെ ഇലാബറേറ്റഡ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകളുണ്ട്. 4 വർഷം PSC ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്തതിന്റെ ഒരു പരിചയവും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ പുതിയ എക്സാമിലേക്ക്, അതായത് പുതിയ KES എക്സാമിലേക്ക് വരുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിന് നിലവാരം ഉണ്ടായിരിക്കും. നമുക്ക് പക്ഷേ പഠിക്കാനുള്ള സമയം കുറയുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു വേക്കൻസീസും കുറയുന്നു. കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ബട്ട് എനിവേ എന്താണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരേ സമയമാണ്, എല്ലാവരും ഒരേ രീതിയിലായിരിക്കും കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതും നിങ്ങളുടെ കൂട്ട് തന്നെയാണ് പഠിക്കുന്ന സമയവും എല്ലാം വരുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഈ പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പഠിച്ച് ആദ്യത്തെ റാങ്ക് മീൻസ് നമ്മൾ ആദ്യ 10-നകത്തോ 11-നകത്തോ റാങ്ക് ലിസ്റ്റിനകത്തോ ഒന്നും ഉൾപ്പെടണം എന്ന രീതിയിലല്ല പഠിക്കേണ്ടത്. 1, 2 or 3 മാക്സിമം 3ാമത്തെ റാങ്കിനകത്തെങ്കിലും എത്തണം എന്നുള്ള ഒരു രീതിയിൽ തന്നെ പഠിക്കണം. കാരണം നമുക്ക് റിസർവേഷൻസും മറ്റ് കാറ്റഗറീസും ഒക്കെ വരുമ്പോൾ ഓരോരോ ആളുകൾക്കായിട്ടത് വീതിച്ചു പോകും. അപ്പൊ അങ്ങനെ വരുന്നതെടുത്ത് നമ്മളുടെ കാറ്റഗറിയിൽ, അതായത് തന്നെ ആയിക്കൊള്ളട്ടെ, ജനറൽ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3-നകത്ത്, വേറെ എന്ത് തന്നെ ആയിരുന്നാലും അതിലെല്ലാം ടോപ്പ് റാങ്ക് ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ആ അർത്ഥത്തിൽ എഴുതുന്ന മറ്റാർക്കും നമ്മളെക്കാട്ടിലും മാർക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളായിരിക്കണം ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ തന്നെ പഠിച്ചാലേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എന്റെ സബ്ജക്റ്റിലോട്ട് തന്നെ ഞാൻ വരികയാണ്. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് വാസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുത്ത് പരിശോധിച്ചാലും സിലബസ് വാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ A to Z കവറേജ് എന്ന് പറയുന്ന ഒരു രീതി ഒരിക്കലും പോസിബിൾ ആവുകയില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക് എടുത്തിട്ടും അതിന്റെ ഡെപ്തിൽ പോയി അതിൽ റിസർച്ച് ചെയ്തുള്ള പഠനം, അത് നിങ്ങൾ അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യരുത്. റാദർ സിലബസ് എല്ലാം കവർ ചെയ്യണം. ഹോട്ട് ടോപ്പിക്സ്, അതായത് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ അത്രയും വർഷങ്ങളിൽ PSC നടത്തിയ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ്, അത് ഓരോ സബ്ജക്റ്റിന്റെയും മനസ്സിലാക്കി ആ ഭാഗങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും റിവിഷൻ കൂടുതലായിട്ട് കൊണ്ടുവരികയും ചെയ്യുക. അതേപോലെ തന്നെ PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സോഴ്സുകൾ കിട്ടുന്നത്. അതെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മളെ പഠനം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു സിനാരിയോ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ പാരലലി പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പഠിക്കുന്ന ഓരോ ആളിനും എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഐ ഹോപ്പ് ഇത് സാധാരണ എല്ലാം, അതായത് റാങ്ക് ഹോൾഡേഴ്സിന്റെ എല്ലാവരുടെയും സ്ട്രാറ്റജിയാണ് ഇതൊക്കെ. ആർക്കെങ്കിലും അത്തരം രീതികൾ പരിചയമില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഞാൻ കൂടുതലായിട്ട് ആ കാര്യങ്ങളൊന്നും പോകുന്നില്ല. സബ്ജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ഹാഫ് അവർ നമുക്ക് വേണ്ടി വരും. അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ കണ്ടന്റിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് സ്ലൈഡ് വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പേപ്പർ 1 പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ പാറ്റേണിൽ നടത്തുന്ന എക്സാമിൽ പ്രിലിംസിന്റെ പേപ്പർ 1, പേപ്പർ 2 ടോപ്പിക്കുകളൊക്കെ പരിചയപ്പെടുത്തി. നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് ഇതിനകത്ത് വരുന്നത് പേപ്പർ 1-ലാണ്. അപ്പം ഈ ഒരു എക്സാമിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ നമുക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കിന് വീതമാണെന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൃത്യം അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല എക്സാമിനെങ്കിൽ പോലും ഓൾമോസ്റ്റ് അത് തന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. 1-2 ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുമെന്നേ ഉള്ളൂ. എന്നിരുന്നാലും അങ്ങനെയാണ് PSC ഡിഗ്രി ലെവൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ KASന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് GS പേപ്പറുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സിലബസും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ആയിട്ട് 10-15 ക്വസ്റ്റ്യൻസ്, കാരണം ഓരോ ടോപ്പിക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും ചോദ്യങ്ങൾ വന്നാലേ 100 മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പം ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനും ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇത്തവണയും നമുക്ക് അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യണം. അപ്പം മറ്റേത് സബ്ജക്റ്റിനെ പോലെ തന്നെയും GS പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ജോഗ്രഫി മാറുന്നുണ്ട്. GS പേപ്പർ 2ലേക്ക് ഞാൻ വരുന്നില്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഏരിയ ഓഫ് കൺസേൺ അല്ല അത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ മെയിൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻസിന് 3 പേപ്പറുകളാണ്. അതിൽ നമുക്ക് ലാംഗ്വേജ് പേപ്പറും മാത്സ് പേപ്പറും ഒഴിവാക്കിക്കൊണ്ട് റിമൈനിങ് പ്രിലിംസിന് പഠിച്ച എല്ലാ കാര്യങ്ങളും മെയിൻസിനും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പേപ്പർ 3 കറണ്ട് അഫേഴ്സിനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയി നിർത്തിക്കൊണ്ട് തന്നെ എക്കണോമിക്സും ജോഗ്രഫിയുമാണ് 2 പേപ്പറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് ആൻഡ് ജോഗ്രഫി. അതിൽ ടു ബി ഫ്രാങ്ക് എക്കണോമിക്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. ഈ KAS എക്സാമിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്കണോമിക്സ് ആണ്. അതിൽ തന്നെ കേരള എക്കണോമിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. നമുക്ക് പ്രിലിംസിനും മെയിൻസിനും നന്നായിട്ട് ചോദ്യങ്ങൾ വരും. അതിൽ 100 മാർക്കിന് വരുന്ന GS പേപ്പർ 3 ജോഗ്രഫി എക്കണോമിക്സ് 50-50 എന്നുള്ള ഒരു രീതി അല്ല വരുന്നത്. ഒരു 65-35 എന്ന രീതിയിലാണ്. അതായത് എക്കണോമിക്സിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. എക്കണോമിക്സിൽ നിന്നായിരിക്കും നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയെന്നല്ല, അങ്ങനെ ചോദിക്കൂ. നമുക്ക് കഴിഞ്ഞ KAS എന്ന് പറയുന്നത് 2 പേപ്പറുകൾ ഉണ്ടായിരുന്നു, അതായത് 2 എക്സാമുകൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സാമും ഉണ്ടായിരുന്നു, ഒരു സപ്ലിമെന്ററി എക്സാമും ഉണ്ടായിരുന്നു. മെയിൻസിലേക്ക് വരുമ്പം സ്ട്രീം 1 and 2 ഒരു എക്സാം ആയിരുന്നു, സ്ട്രീം 3 ഒരു എക്സാം ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സെറ്റ് പേപ്പറുകൾ പ്രിലിംസിനും മെയിൻസിനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ 2 പേപ്പറുകൾ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് 65-70% ഓഫ് ക്വസ്റ്റ്യൻസ് മാർക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അത്രയും മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജോഗ്രഫിയിലേക്ക് വരുമ്പം അത്ര ചോദിക്കുന്നില്ല എന്ന് കരുതി സബ്ജക്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. സബ്ജക്ട് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഒരു 35-40 ക്വസ്റ്റ്യൻസ് എന്തായാലും, അല്ലെങ്കിൽ ആ മാർക്കിനുള്ള പെർസെന്റേജിലാണ് പറയുന്നത്, ക്വസ്റ്റ്യൻസ് അല്ല. ക്വസ്റ്റ്യൻസ് ടോട്ടൽ നമുക്ക് 28 എണ്ണമാണ് വരുന്നത്. അപ്പൊ അറൌണ്ട് 18-19 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ നിന്നും റിമൈനിങ് 8-10 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നുമായിരിക്കും ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലാസ്റ്റ് എക്സാമിനേഷൻ, കഴിഞ്ഞ എക്സാമിനേഷന്റെ രീതി അത് തന്നെയായിരിക്കും ഇത്തവണയും ഫോളോ ചെയ്യുന്നത്. ദെൻ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ കൂട്ടത്തിൽ ജോഗ്രഫി ഇഷ്ടമുള്ള ആളുകളുണ്ടോ? ജോഗ്രഫി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ 2 കൂട്ടരുണ്ടാവും എന്തായാലും. ആസ് എ സബ്ജക്ട് ജോഗ്രഫി പഠിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാവും, ശ്രീവിദ്യ. അതേപോലെ തന്നെ ജോഗ്രഫി വളരെ പാടാണെന്ന് കരുതിയിരിക്കുന്ന ആളുകളും ഉണ്ടാവും. ജോഗ്രഫി വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? നിമിഷ ബാബു കൈ ഒരുപാട് പൊങ്ങുന്നുണ്ട്. ജിയോഗ്രഫി പാടാണ്. അനു ബൈജു. ഓക്കെ, അതായത് മുൻപ് PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയും കഴിഞ്ഞ ഈ പാറ്റേൺ ചേഞ്ച് അല്ല, അതിന് മുമ്പ് PSC എക്സാംസ് പ്രിപ്പയർ ചെയ്യുകയും ആ രീതി ഫോളോ ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനില്ലായിരുന്നു. നമുക്ക് സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ഒക്കെ ഫീച്ചേഴ്സ് പഠിക്കാനേ ഉള്ളായിരുന്നു. ആ കൂട്ടത്തിൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കടന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താണ് ആസ് എ സബ്ജക്ട് ജോഗ്രഫിക്കൽ കോൺസെപ്റ്റുകളിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നാൽ പുതിയ പാറ്റേണിലേക്ക് വന്നപ്പം കൃത്യമായിട്ട് സബ്ജക്റ്റിനെ പറ്റിയിട്ടും സിലബസിൽ കൃത്യമായിട്ട് ഓരോ ഏരിയാസും ഫോക്കസ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞ് നമ്മൾ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തതൊന്നുമില്ല നമ്മളുടെ സിലബസിൽ. അപ്പൊ അങ്ങനെ തന്നെ കാണേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ മനസ്സിലാക്കേണ്ടി വരും. ഇനി സിലബസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സിലബസിലെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ജോഗ്രഫി എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജനറൽ ജോഗ്രഫി ടോപ്പിക്കുകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. എക്സ്ക്യൂസ് മീ. അതില് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം. സാധാരണ ഏതൊരു ജോഗ്രഫി ഇൻക്ലൂഡഡ് ആവുന്ന ഏതൊരു എക്സാമിനും ഫസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. കാരണം ജോഗ്രഫി എന്ന് പറയുന്നത് എർത്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. എർത്ത് എന്ന് പറയുന്നത് 8 പ്ലാനറ്റുകളിൽ ഒരു പ്ലാനറ്റ് ആണ്. അതിരിക്കുന്നത് നമ്മളുടെ സോളാർ സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ
അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. അവിടെ നിന്നായിരിക്കും പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ കംസ് ടു മോഷൻ ഓഫ് എർത്ത്, എർത്തിന്റെ മൂവ്മെന്റുകളെ പറ്റിയിട്ട് പഠിക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് ടൈം, സമയവും അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റുകൾ. ദെൻ സീസൺസ്, നമുക്കുള്ള ഏതൊക്കെ സീസൺസ് ആണ്, സീസൺസ് എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ അടിസ്ഥാനം. ദെൻ കംസ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്. നമ്മൾ എർത്തിലേക്ക് വരികയാണ്. ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് എന്ന് പറയുന്നത് ജിയോമോർഫോളജി. സോ ജിയോമോർഫോളജിക്കൽ ഏരിയയിലേക്ക് വരുന്നു. ദെൻ മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, അതായത് ഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോമുകളും അവയുടെ പ്രത്യേകതകളെ പറ്റിയിട്ടും പഠിക്കുക എന്നുള്ളത്. സോ ഈ ടോപ്പിക്കുകളെ എല്ലാം നമുക്ക് എന്താണ് ജിയോ മോർഫോളജിയുടെ അണ്ടറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ കംസ് അറ്റ്മോസ്ഫിയർ, രണ്ടാമത്തെ ഭാഗം. ഓക്കെ, നമ്മൾ ജിയോമോർഫോളജി, അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ക്ലൈമറ്റോളജി, ദെൻ ഓഷ്യൻസ്, ഓഷ്യാനോഗ്രഫി, അങ്ങനെയൊക്കെയാണ് ജിയോഗ്രഫി ഡിവൈഡ് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഏരിയയാണ് രണ്ടാമത് വരുന്നത്. അതിനകത്ത് അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻസ് വരുന്നുണ്ട്. ദെൻ എലമെന്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ക്ലൈമറ്റ് വരുന്നുണ്ട്. ദെൻ അറ്റ്മോസ്ഫിയർ എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പം ഒരു സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ആക്ച്വലി അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു സിലബസിന്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കുറേയധികം ടോപ്പിക്കുകൾ കൂടി വരുന്നുണ്ടാകും. അത് മനസ്സിലാക്കിയാൽ അല്ലാതെ നമുക്കാണ് ഇതിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനാണ് ഈ സിലബസിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ KASന്റെ എക്സാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഈ പറയുന്ന ഈ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ പറയുന്ന സൈക്ലോൺസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ 15 ചോദ്യത്തിൽ 2 ചോദ്യമുണ്ട്. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി നോക്കണേ ആ ടോപ്പിക്ക്. ദെൻ അനദർ ടോപ്പിക്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓഷ്യൻസ്. ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ ഓഷ്യാനോഗ്രഫി അല്ലെങ്കിൽ ഭൂമിയിലുള്ള സമുദ്രങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ്. അതിൽ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ദെൻ ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, മറൈൻ ആൻഡ് കോണ്ടിനെന്റൽ റിസോഴ്സസ്, അതായത് ഹൈഡ്രോളജിക്കൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് മറൈൻ ആൻഡ് കോണ്ടിനെന്റൽ റിസോഴ്സുകളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് ഇത്രയുമാണ് ഓഷ്യനോഗ്രഫിയുടെ അണ്ടറിൽ വരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഓഷ്യൻസ് അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് പരമാവധി ചോദ്യങ്ങളെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്കുകൾക്കകത്ത് കാണുമ്പം 4-5 ടോപ്പിക്ക് മാത്രമല്ല പഠിക്കാനുള്ളത് എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓഷ്യനോഗ്രഫി കംപ്ലീറ്റ് ആയി. പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ അർത്ഥത്തില് എന്താണ്, ഈ സിലബസ് ആക്ച്വലി കുറച്ച് വേർഡ്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെ എടുത്തു പറഞ്ഞിട്ടില്ല ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. എടുത്തു പറയാതെ 3 വേർഡ്സിലാണ് ഒതുക്കി. ഏതാണ്? ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി. അതിനകത്തും ജോഗ്രഫി കംപ്ലീറ്റ് ആയി. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അപ്പൊ നമ്മളുടെ റിവേഴ്സ്, ഹിമാലയസ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ഫുള്ള് കവർ ആവുന്നു. സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലും കവർ ആവുന്നു. അത് ഏത് 3 ഏരിയാസിലാണ്? വേൾഡ് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിലും പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതാണ് കൂടുതലും നമുക്ക് എന്താണ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇന്ത്യൻ ജോഗ്രഫിയുടെ പോർഷൻ. പിന്നെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫി, അതിലും വേൾഡ് ജോഗ്രഫിയിൽ നിന്നും ഒരേപോലെയുള്ള ചോദ്യങ്ങളും കൂടുതൽ ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുമായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക്, ഇതുകൊണ്ടൊന്നും തീർക്കാതെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല, കാരണം നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവേണ്ട ടോപ്പിക്കാണ്. എന്നിരുന്നാലും ഇത് എടുത്തു പറഞ്ഞത് എന്തൊക്കെയാണ്? ജിയോ ഫിസിക്കൽ ഫിനോമിനാസ്. എന്തൊക്കെയാണ്? ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് ലൈക്ക് earthquake, tsunami, volcanoes, cyclones, flood and landslides. Geophysical phenomena like earthquake, tsunami, volcanoes, cyclones, flood and landslides. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ നമ്മൾ ഈ കാര്യങ്ങളെ earthquake, tsunami, volcano, cyclone എന്നൊക്കെ പറയുന്നതിനെ എല്ലാവർക്കും അറിയാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെന്താണ്, ഡിസാസ്റ്റേഴ്സ് എന്ന രീതിയിലാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഡിസാസ്റ്ററുകൾ എന്ന അർത്ഥത്തിൽ ഇതിനെ പഠിക്കാൻ നിൽക്കരുത്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെപ്പറേറ്റ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിൽ പഠിക്കാനുണ്ട്. എന്നിട്ടും ഇതിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് അതിനെ പറ്റിയിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് എന്നാണ്.
അപ്പൊ ഇവിടെ നമുക്ക് എർത്ത് കേക്ക് കൊണ്ടുണ്ടാവുന്ന നാശനഷ്ടങ്ങളെ പറ്റിയിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാം അതൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. അതെന്തുകൊണ്ടുണ്ടാവുന്നു, ഇതുണ്ടാവാനുള്ള റീസൺ ജോഗ്രഫിക്കലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുക. സുനാമീസ്, അതിന്റെ ഒരു ഫിനോമിനൻ എങ്ങനെയാണ്, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ, അത് നമ്മളുടെ ജനറൽ ജോഗ്രഫിയുടെ അണ്ടർ അല്ലെങ്കിൽ ജിയോളജിയിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. ഞാൻ ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞല്ലോ സൈക്ലോൺസിനെ പറ്റിയിട്ട്. സൈക്ലോൺസ് അവിടെ എടുത്ത് പറയാതെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിൽ എടുത്ത് പറയാതെ അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇവിടെ സൈക്ലോൺസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ കം ഫ്ലഡ്. കേരളത്തിന് ഒരു ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ജിയോ ഫിസിക്കൽ ഫിനോമിനാസിൽ അവസാനം കാണുന്ന രണ്ടെണ്ണമാണ് കേരളത്തിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അതിൽ ലാൻഡ് സ്ലൈഡ്സ് ആണ് കേരളം എല്ലാ വർഷവും അഭിമുഖീകരിക്കുന്നത്. ഫ്ലഡ് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി, പക്ഷെ എല്ലാ വർഷവും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതുമില്ല. പിന്നെ സൈക്ലോൺസ് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതലായി ഇപ്പോൾ വരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താണ് കേരളവുമായി കുറച്ചുകൂടി റിലേറ്റഡ് ആയി വരുമ്പോൾ ആ ഏരിയ കൂടി നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ടി വരും. അപ്പൊ ഇത് ഇത്രയുമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിലബസ് ആക്ച്വലി ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. പക്ഷെ അതിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ ടോപ്പിക്കുകളിനെ ജനറൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഇന്ത്യ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരുമ്പം അവിടെ എന്താണ് എടുത്തു പറയുന്നില്ല എന്തൊക്കെ പഠിക്കണമെന്നുള്ളത്. അതൊരു എന്താണ് ജനറലി അങ്ങ് പറഞ്ഞു പോവുകയാണ്, എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് എവിടെ വേണമെങ്കിലും ചോദ്യം വരാമെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ചില ടോപ്പിക്കുകൾ ജനറൽ ജോഗ്രഫിയുടെ പോർഷനിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിന്റെ പോർഷനിലാണെങ്കിലും ജിയോ ഫിസിക്കൽ ഫിനോമിന എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിലാണെങ്കിലും ചില ടോപ്പിക്കുകൾ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോളാർ സിസ്റ്റം, കോൺസെപ്റ്റ് ഓഫ് ടൈം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് ഈ ഭാഗത്ത് നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ PYQs ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിലബസിൽ എടുത്തു മെൻഷൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമെങ്കിലും, ഇപ്പൊ എല്ലായിടത്തുനിന്നും ചോദിക്കാൻ പറ്റത്തില്ല, എന്നിരുന്നാലും കൂടുതൽ പോർഷൻസിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം PYQs നമ്മൾ നോക്കിയാൽ, PYQs എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സെറ്റ് അല്ലെങ്കിൽ 2 സെറ്റ് PYQ ഉള്ളൂ. എന്നിരുന്നാൽ പോലും സിലബസിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി സിലബസ് ഓറിയന്റഡ് ആയി തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളും എന്താണ് ആ സിലബസിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി സിലബസ് ഓറിയന്റഡ് ആയി സിലബസിൽ എന്താണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് കാണുന്ന ടോപ്പിക്കുകൾ, എന്താണ് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് കാണുന്ന ടോപ്പിക്കുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളും എന്ത് ചെയ്യേണ്ടത്, എക്സാമിലേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരേണ്ടത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിലബസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കൂടുതലും പേരും റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല. ഓക്കെ, തംസ് അത്രയും മതി. എനിക്ക് അത്രയെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ മതി. കാരണം സിലബസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എക്സാമിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത് വേണ്ടതാണ് PYQസിലേക്ക് തിരിയുക എന്നുള്ളത്. കാരണം സിലബസിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. PYQസിലേക്ക് പോകുമ്പം ഞാൻ ആകെ ഒരു സെറ്റ് ചോദ്യം മാത്രമേ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് തന്നെ മുഴുവനും നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ KASന്റെ ബാച്ചുകളിലൊക്കെ ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്തപ്പം ഈ സബ്ജക്റ്റുമായി വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് അത്യാവശ്യം ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം കോൺസെപ്റ്റ് ഒന്നും അറിയാൻ വയ്യാത്ത കുറെ ചോദ്യങ്ങൾ പറയുന്നു. ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചുമ്മാതെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇവിടെ 1-2 ചോദ്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കാണാൻ പറ്റും, സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഇപ്പോഴെങ്കിലും അതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വിട്ടാൽ വീട്ടിൽ പോയി നിങ്ങളാരും വായിച്ചു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുമ്പോഴെങ്കിലും നിങ്ങളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു 1 ടൈം റീഡിങ് അതങ്ങ് കഴിഞ്ഞു കിട്ടും. ഈ ടോപ്പിക്കുമായിട്ടൊരു പരിചയമാവും. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കിളി പോയിട്ടുണ്ട് എന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം അയ്യ ഇത്ര എളുപ്പമായിരുന്നോ എന്ന് തോന്നുന്ന ആളുകളുണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. കാരണം അത്ര ബേസിക് ആയിട്ടാണ് നമ്മൾ എന്താണ് ഈ സബ്ജക്റ്റ് പഠിച്ചു വരേണ്ടതും അത്ര ബേസിക് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ടതും. ജോഗ്രഫി ഒരു കോൺസെപ്ച്വൽ സബ്ജക്റ്റ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജോഗ്രഫിയുടെ വലിയ വലിയ കാര്യങ്ങൾ വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത്രയും സിമ്പിൾ കാര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പം പഠനത്തിന്റെ യഥാർത്ഥ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് NCERT SCERTs ആണ് സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി ആ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ട് തന്നെ മാത്രം നമുക്ക് എന്താണ് ജോഗ്രഫിയുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലേക്കും
നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ അതിന് പുറത്തു നിന്നുള്ള കണ്ടന്റ് വായിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താണ്, ക്വസ്റ്റ്യനെയർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അടിസ്ഥാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ അടവ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് എല്ലാ ചോദ്യങ്ങളെയും പയറ്റാൻ പറ്റും. പിന്നെ ശരിയാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് വിശാലമായ രീതിയിൽ വായിക്കണം, അത് ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും ബേസ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ക്ലാസ് 6 NCERT മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ ജോഗ്രഫിയുടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഏതാണെന്നൊന്നും ഇപ്പൊ നോക്കാൻ നിൽക്കേണ്ട. ഇതെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ഏത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണെന്നുമാണ് നെയിംസും ഏത് ലോഞ്ചിറ്റ്യൂഡ് ആണെന്നുമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ഒന്നും നിൽക്കേണ്ട, അറിയാവുന്നവരുണ്ടെങ്കിൽ ചുമ്മാ നോക്കിക്കോളുക. പക്ഷെ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നില്ല. റാദർ ഇത് തന്നിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 NCERT-യിൽ നിന്നാണ്. അതായത് 6ാം ക്ലാസ്സിലെ NCERT, SCERT-യിലും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് NCERT ബുക്ക് എന്ന് പറയുന്ന ക്ലാസ് 6 മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യം KES പോലൊരു വലിയൊരു എക്സാമിനേഷന്റെ ഫസ്റ്റ് ജോഗ്രഫി ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ്. ജോഗ്രഫിയിൽ ആദ്യത്തെ ചോദ്യമാണ്. അപ്പൊ അങ്ങനെ തന്നെ ചോദിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളതാണ്. ദെൻ യു ക്യാൻ സി റിമൈനിങ് അതർ 2 or 3 ക്വസ്റ്റ്യൻസ് ഹിയർ. അതിൽ ഏരിയാസ് ഒന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ടൈമിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്, സമയവുമായി ബന്ധപ്പെട്ടിട്ട്. അതേപോലെ കുറച്ച് മുമ്പ് കണ്ട ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനായി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പഠിക്കുന്നത് വഴി അതിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ലാൻഡ് ഫോംസ് ആൻഡ് ദിയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സിലബസിൽ എടുത്തു പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഇത് ക്ലാസ് 11 NCERT ആണ്. ക്ലാസ് 11 NCERT-യിൽ ഈ വേർഡ്സും ഈ കോൺസെപ്റ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ, NCERT-യിൽ നിന്നാണ് വന്നത്. എഗെയിൻ SCERT-യിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്, NCERT-യിലും ഉള്ളതാണ്, റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് വൈഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആണ് പിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യത്തിന് 4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്, ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു വലിയ ചോദ്യമാണ്, 4 സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ആവശ്യകതയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഇതെങ്ങനെ ക്ലിയർ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഈസിയായി ടാക്കിൾ എന്നതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ റോറിംഗ് ഫോർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട നമ്മുടെ എർത്തിന്റെ ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഉണ്ട്. അതിൽ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് കരഭാഗം കുറവാണ്, കടൽ ഭാഗമാണ് കൂടുതൽ, ടോട്ടൽ സദേൺ ഹെമിസ്ഫിയർ എടുത്താൽ. അതുകൊണ്ട് തന്നെ അവിടെ വീശുന്ന കാറ്റുകൾക്ക് വേഗത കൂടുതലായിരിക്കും. അത് 40 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുകളിൽ റോറിംഗ് 40s എന്നും ഫ്യൂരിയസ് 50s എന്നും ക്രീപ്പിംഗ് 60s എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ റോറിംഗ് 40സിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ റോറിംഗ് 40s എന്താണെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ആദ്യം പറഞ്ഞത് സദേൺ ഹെമിസ്ഫിയറിലാണ് ഇതുള്ളത് എന്നാണ്. അപ്പോൾ റോറിംഗ് 40s പഠിക്കുന്ന ഏതൊരാളും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട അതിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിലുള്ള വിൻഡ് സിസ്റ്റം ആണെന്നുള്ള അർത്ഥത്തിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ നൽകിയ ഇൻപുട്ട് പ്രകാരം നിങ്ങൾക്ക് ഈസിലി പറയാൻ പറ്റും എന്താണ് ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത്. സോ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോവാതെ ഫസ്റ്റ് ചെയ്യേണ്ടത് ആൻസർ കീയിൽ അല്ലെങ്കിൽ ആൻസറിന്റെ ഓപ്ഷൻസിലേക്ക് വന്നിട്ട് ഈ റോങ് സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് 1 പറഞ്ഞിട്ടില്ല, തേർഡ് റോങ് ആണ്, ഫോർത്ത് റോങ് ആണ്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത ആള് ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡാവേണ്ട ഒരു കാര്യവുമില്ല. റോറിംഗ് ഫോർട്ടീസിന്റെ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം പിക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ചോദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതറിയാൻ വയ്യാതെ ബാക്കി 3 ഓപ്ഷനും വായിക്കാൻ പോകുന്നവരുടെ സമയനഷ്ടമാണ്. അവർ ആ ഓപ്ഷൻ കണ്ടിട്ട് ഉത്തരത്തിലേക്ക് എത്തത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അതായത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആവും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിൽ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്
ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ പോലും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളും എന്താണ്, അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നൗ അഗെയിൻ ദർ ആർ അതർ ക്വസ്റ്റ്യൻസ്. അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫറിക് ഡിസ്റ്റർബൻസസ്, അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അഗെയിൻ എർത്ത് കേക്കുമായി ബന്ധപ്പെട്ടിട്ട്, എർത്ത് കേക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ വളരെ ഡെപ്തിലുള്ള ചോദ്യമാണ് ഈ ചോദിച്ചത്. അതിന്റെ സ്കെയിൽ മെഷർ ചെയ്യുന്നതിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, സിലബസിൽ സ്പെസിഫിക് ആയി മെൻഷൻ ചെയ്ത ടോപ്പിക്കിന് ഏത് ഡെപ്ത് വരെ വേണമെങ്കിലും പോകാം എന്നുള്ളത് ഈ ചോദ്യം ഒരു എക്സാമ്പിൾ ആണ്. കാരണം നമ്മൾ എൻ സി ആർ ടിയിൽ പോലും ഇത്ര ഡെപ്തിൽ പോകുന്നില്ല, അല്ലെങ്കിൽ എസ് സി ആർ ടിയിലൊന്നും ഇത്ര ഡെപ്തിൽ പോകുന്നില്ല. ഈവൻ നമ്മളൊരു ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ പോലും അവിടെ സ്കെയിലും അതിന്റെ ഒരു പ്രത്യേകതയെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരെയുള്ള ചോദ്യങ്ങൾ വന്നു. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിന് അഗെയിൻ വോൾക്കാനിക് എറപ്ഷൻ, വോൾക്കാനോസ് എടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നോ? പക്ഷേ ഇതൊരു കോൺസെപ്റ്റ് അല്ല, ഇതൊരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ പിന്നിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ ടോപ്പിക് എത്തുന്ന സമയത്ത് പറഞ്ഞുതരാം. പക്ഷേ അഗെയിൻ ഒരു ഫാക്ട് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദെൻ അഗെയിൻ സൈക്ലോൺ ആൻഡ് ആന്റി സൈക്ലോൺ കണ്ടീഷൻസ്, ആ ടോപ്പിക് ഉണ്ടോ എടുത്തു പറഞ്ഞ അറ്റ്മോസ്ഫറിക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ എടുത്തു പറഞ്ഞ ടോപ്പിക് ഇന്നിപ്പോൾ എത്രാമത്തെ ചോദ്യമായി? അപ്പം അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ PYQs നിന്ന് നമ്മൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡിഡക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ അഗെയിൻ വോൾക്കാനിസിറ്റി, അഗെയിൻ വോൾക്കാനോസ് എടുത്തു പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം വന്നു, അതും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ എവിടെയാണ് PSC കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോ? സിലബസിൽ എടുത്തു പറഞ്ഞ ഭാഗങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നൗ അഗെയിൻ ഒരു കറണ്ട് അഫേഴ്സ് കൂടി വരുന്ന ഒരു ഏരിയയിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം, ഇപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട. ഞാൻ ഉദ്ദേശിച്ച ലൈക്ക് വാട്ടർഫോൾ, റിവേഴ്സ്, അത്തരം കോൺസെപ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. ലൊക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിനൊക്കെ ശേഷം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പരിചയപ്പെടുത്താം, എന്നിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ ഇതെന്ന് പറയുന്നത് കേരള, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഇത്രയും കണ്ട ചോദ്യങ്ങളില്ലേ, ഇത്രയും കണ്ട ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യവും കേരള PSC സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, എല്ലാം അടിച്ചു മാറ്റിയതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഞാൻ ഡേറ്റുമായി ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം കാണിച്ചില്ലേ, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ചോദ്യം ഞാൻ അന്ന് വന്നപ്പം തന്നെ, എക്സാമിന് വന്നപ്പം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. വൈ ദേ പിക്ക് ദിസ് ഡേറ്റ്, എന്തുകൊണ്ടാണ് ഇവര് 2019 നടന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ചോദ്യത്തിൽ 1999 എന്നുള്ളൊരു ഡേറ്റ് ഇട്ട എന്നുള്ളത് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് PSC എവിടുന്നോ ചൂണ്ടിയതാണ് എന്നുള്ളത്. ഒന്നുമല്ല, 1999 2000-ലാണെന്ന് തോന്നുന്നു UPSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല വലിയ രീതിയിൽ നടത്തുന്ന എക്സാമുകളിൽ നിന്നൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചോദ്യങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും കൂടാതെ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ ഇയറെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാറ്. ആ ചോദ്യത്തിൽ പ്രത്യേകിച്ച് കോൺസെപ്റ്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല, നമ്മുടെയെങ്കിലും ചോദ്യമായിട്ടൊന്ന് മാറിയാൽ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ചോദ്യങ്ങൾ പിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് മുന്നിലുള്ള PYQs, അതേപോലെ തന്നെ UPSCയുടെ PYQs എല്ലാം ഒന്നും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്നിടത്തോളം നോക്കുക. അത് നമുക്കൊരു സോഴ്സ് ആണ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് വേറെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ടോപ്പിക്സ് കവേർഡ് ആവും നമുക്ക്. ഓക്കെ, അത് കാണാതെ പഠിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ടോപ്പിക്സ് കവേർഡ് ആവാൻ വേണ്ടിയിട്ട് അത്തരം PYQs മാക്സിമം നോക്കുക എന്നുള്ളതാണ്. ആൻഡ് റിമെമ്പർ, ഈ ഒരു നമ്മളുടെ KES എക്സാമിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് PYQs ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. PYQs ചെയ്തും ശീലിക്കുക, അതിന്റെ ആൻസേഴ്സ് വായിച്ച് അതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ സിലബസിന്റെ നല്ലൊരു ഏരിയ കവേർഡ് ആവും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ തന്നെ PYQസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളുടെ ടൈം ടേബിൾ ഒക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതായത് ഡെയിലി ഒരു PYQ എങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 10 PYQ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കും എന്നുള്ള രീതിയിൽ വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നൗ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ, ഏറ്റവും ബേസിക് കാര്യം അറിയുക വഴി വളരെ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം പിക്ക് ചെയ്തത്. ഇത് PSC കുത്തിയിരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടാണ് 19 നടന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യം വന്നത്. മാത്രവുമല്ല, കേരളം പോലൊരു ചെറിയ ഏരിയയിലെ ഒരു പത്രത്തിനകത്തൊന്നും ടെക്നിക്കൽ ആയിട്ടുള്ള വാർത്തകളൊന്നും വരാറില്ല. അതായത് ഒരു ഫ്ലഡ് ഉണ്ടായാൽ എന്തുകൊണ്ട് വന്നു എന്നൊന്നും പറഞ്ഞ് അങ്ങനെ വരാറില്ല. നമുക്ക് കേരള ഗവൺമെന്റിന്റെയോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെയോ ഒക്കെ റിപ്പോർട്ടുകളിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേസമയം നാഷണൽ വൈഡ് ആയിരുന്നുണ്ട് എങ്കിൽ ഹിന്ദുവിനകത്തോ ഇന്ത്യൻ എക്സ്പ്രസിനകത്തോ ഒക്കെ അത്തരം ഫാക്ടുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയിരുന്നേനെ. പക്ഷെ കേരളത്തിൽ എന്തായാലും മനോരമ ഒന്നും ഈ പരിപാടിക്ക് പോകത്തില്ല, മനോരമ റൂട്ട് മാപ്പിന് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ
ഈ ചോദ്യം ഇത് ആർക്കും ഇതിന്റെ സോഴ്സ് കിട്ടില്ല. അതായത് ആരും ഇത് പരീക്ഷയ്ക്ക് വായിച്ചിട്ടല്ല പോകുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും. അപ്പോൾ എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പം അവിടെ ഇത് നമുക്ക് ഈ ചോദ്യം ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ ഇത്രയും ഡിഫിക്കൽട്ട് ഒരു ചോദ്യം എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നുള്ളൊരു ഒരു തോട്ട് എല്ലാവരുടെ ഉള്ളിൽ വരും. പിന്നെ 4 വലിയ സ്റ്റേറ്റ്മെന്റുകൾ കാണുന്നു. ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തേക്കാം, ഇനി നമുക്ക് ഇത് വായിക്കേണ്ട കാര്യമില്ല, സമയം പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കളയും. പക്ഷെ നമ്മൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ സമയം എടുത്തിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ്, അല്ലെങ്കിൽ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. One of the largest flooded areas was those adjacent to the backwaters along the coast. Areas adjoining these wetlands that are normally flood free were flooded to a large extent. അതായത് നമുക്കുണ്ടായ ഫ്ലഡ് സിറ്റുവേഷന്റെ റീസൺസ് ആണ് ഈ താഴെ പറയുന്നത്. അപ്പോൾ ഈ റീസൺസ് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്, ട്രൂ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബാക്ക് വാട്ടേഴ്സിനോട് ചേർന്ന് കടന്ന് നിന്ന ഏരിയാസ് ആണ് എന്തെന്ന് പറയുന്നത് കൂടുതലും ഫ്ലഡഡ് ആയത് എന്നാണ് പറയുന്നത്. സാധാരണ ഈ ഏരിയാസ് എന്ന് പറയുന്നത് അത്ര ഫ്ലഡഡ് ആവുന്നവയല്ലായിരുന്നു, പക്ഷെ ഈ ഏരിയാസ് എന്ത് ചെയ്തു, ഫ്ലഡഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ വെറ്റ്ലാൻഡ്സിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നിടത്ത് വെറ്റ്ലാൻഡ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് പഠിക്കാറുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സൈക്കിളിനെ അല്ലെങ്കിൽ വാട്ടറിന്റെ ആ ഒരു കപ്പാസിറ്റിയെ അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വെറ്റ്ലാൻഡ്സിനെ പറ്റിയിട്ടും പഠിക്കാറുണ്ട്. അത് വെറ്റ്ലാൻഡ്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫംഗ്ഷൻസിൽ ഒന്നാണ്. അപ്പോൾ എന്താണ് വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്? ചതുപ്പ് പ്രദേശങ്ങൾ, നമ്മളുടെ ഈ നമ്മളുടെ നെൽകൃഷിയുള്ള വയലുകളടക്കം വെറ്റ്ലാൻഡ്സിന്റെ അകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗത്ത് കായല, കുട്ടനാടിന്റെ ആ റീജിയൻ എന്നൊക്കെ പറയുന്നത് വെറ്റ്ലാൻഡ് ഏരിയാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അധികം മഴയുള്ളപ്പം വെള്ളം കൂടി നിന്നിട്ട് നല്ല ചതുപ്പായിട്ട് വരുന്നു. മഴ കുറയുന്ന സമയത്ത് ഇതിൽ സ്റ്റോർ ചെയ്ത വെള്ളമായിരിക്കും വാട്ടർ ടേബിളിനെ കീപ്പ് ചെയ്യുന്നത്. അപ്പം വെള്ളം കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ബഫറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെറ്റ്ലാൻഡ്സിന്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ അറിയാവുന്ന ഒരാളിന് ശരിയായിരിക്കാം. ഓക്കെ, ഇതിന്റെ പിന്നിൽ ഇനി റിസർച്ച് ഒന്നും ചെയ്യാൻ പോകരുത്. ഫസ്റ്റ് റീഡിങ്ങിൽ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലുള്ള ഒരാളിന് ദർ ഇസ് എ പോസിബിലിറ്റി, ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതിനെ ഞാൻ ശരിയെന്ന് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പോകാം. കാരണം കൃത്യമായിട്ടും നെഗേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയാണെന്ന് തന്നെ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ട് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് വേണം അത് തെറ്റാണെന്നുള്ളതിന്. അപ്പൊ നമ്മൾ എന്താണ് അറിയാൻ വയ്യ, പക്ഷെ നമുക്ക് എന്താണ് ഓക്കെയാണ്, നമ്മൾ പഠിച്ച വിവരം വെച്ചിട്ട് ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയാൽ ദി ഔട്ട്ലെറ്റ്സ് ടു ദ സീ, അതായത് പൊഴി അല്ലെങ്കിൽ സ്പിൽവേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഏരിയാസ്, അതായത് കടലിലേക്ക് ചേരുന്ന ആ ഭാഗം, did not have the capacity to evacuate high flood flows from the river as they occurred into the sea and thereby aggravating the flood. അതായത് നമ്മളുടെ പൊഴി എന്നും സ്പിൽവേ എന്നും പറയുന്ന സ്ഥലങ്ങൾക്ക് പുഴയിൽ നിന്നും ഒഴുകി വരുന്ന അല്ലെങ്കിൽ മഴ കൂടുതലായി പെയ്തത് കാരണത്താലായിട്ട് കടലിലേക്ക് ഒഴുകി വന്ന വെള്ളത്തെ കൂടുതലായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള, കൂടുതലായിട്ട് ഒഴുക്കി വിടാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ എല്ലാ വർഷവും ഫ്ലഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നവരൊന്നും അല്ലല്ലോ, ഇത്ര ഇന്റൻസും റെയിൻഫോൾ എക്സ്പെക്ട് ചെയ്യുന്നവരല്ല. അപ്പൊ ഒരു യൂഷ്വൽ രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ കൂടുതൽ മഴ വന്നപ്പോൾ ക്രമാതീതമായിട്ടുള്ള വെള്ളം വരികയും പെട്ടെന്ന് ഒഴുകി പോകാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തതാണ് ഫ്ലഡ് ഇത്ര കടുപ്പമാവാനുള്ള റീസൺ ഉണ്ടായത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്പിൽവേയും അതിന്റെ ഒരു ഏരിയാസും ഒക്കെ അറിയാമെന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷനിങ് എന്താണെന്ന് അറിയാമെന്നുണ്ട് എങ്കിൽ തന്നെ നമുക്ക് എന്താണ് പ്ലെയിൻ ആയിട്ട് ഇതിന് ജോഗ്രഫി പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ, അതിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ശരിയായിരിക്കാം, പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അതിനെ അങ്ങ് ടിക്ക് ചെയ്ത് വിടാം, ശരിയാണെന്ന് പറഞ്ഞ് നമുക്ക് വിടാം. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാലോ. The flood situation in the coastal areas was intensified by the Perigean spring tide. ഈ വാക്കൊന്നും പലർക്കും അറിയത്തില്ലായിരിക്കും. ഓക്കെ, ഡ്യൂറിങ് 11 to 15 August 2018. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തെറ്റാനാണെങ്കിൽ ഈ ഡേറ്റ് വരാം, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് അല്ലാത്ത ഡേറ്റുകളൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു ആക്ട് പാസ്സാക്കിയ ഡേറ്റ് അല്ലാത്ത കാര്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ഫ്ലഡ് ഉണ്ടായ ദിവസം, സുനാമി വന്ന ദിവസം, ഇതൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. അതേസമയം ഹിസ്റ്റോറിക്കലി നടന്ന ഒരു വാർ, അത് നടന്ന ഇയർ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു അപ്പോയിന്റ്മെന്റ് നടന്ന അല്ലെങ്കിൽ ഒരു ആക്ട് പാസ്സാക്കിയത്, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതല്ലാതെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളൊക്കെ പാസ്സാക്കുമല്ലോ.
അത് എല്ലാവർക്കും അറിയാമല്ലോ, പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം. ആക്ട് ഇനാക്ട് ചെയ്തത്, ലോക്സഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, അത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അത്തരം ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു എർത്ത് കേക്ക് ഉണ്ടായ വർഷം ഇന്ത്യയിൽ എത്ര ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഡേറ്റ് മീൻസ് ഇയർ ഒന്ന് ഓർത്ത് വെക്കണം. അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഇത്തരം ഡേറ്റുകളിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് അത് ശരിയായിരിക്കാമെന്ന് തന്നെ കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് പെരിജിയൻ സ്പ്രിംഗ് ടൈഡ്. ഇത് അറിയത്തില്ല എന്നുണ്ട് എങ്കിൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൈഡ്സ് എന്ന് പറയുന്ന വെരി ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിയുടെ ഒരു ഏരിയ ആണ്. ആ ടൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്ന ടൈഡ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്പ്രിംഗ് ടൈഡ്സ് എന്നും നീപ്പ് ടൈഡ്സ് എന്നും. ആ സ്പ്രിംഗ് ടൈഡിനകത്ത് തന്നെ എന്താണ്, പെരിജി ദിവസങ്ങളിൽ ഉണ്ടാവുന്ന സ്പ്രിംഗ് ടൈഡുകൾ. പെരിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുന്ന ദിവസമാണ്. ആ പർട്ടിക്കുലർ ഡേയിൽ ഗുരുത്വാകർഷണം ചന്ദ്രന്റെ കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ എന്താണ്, വെള്ളം വേലിയേറ്റം സാധാരണ കയറുന്നതിനേക്കാളും ഒരുപാട് മുകളിലേക്ക് അല്ലെങ്കിൽ കരയിലേക്ക് കയറി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ പെരിജിയൻ സ്പ്രിംഗ് ടൈഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ്, കടൽ വെള്ളത്തിന്റെ ഹൈറ്റ് ക്രമാതീതമായി കൂടി വെള്ളം ഒഴുകി വന്ന് പതിക്കാനുള്ള ആ ഒരു ഗ്രേഡിയന്റ് കുറഞ്ഞു. ആ കുത്തനെയുള്ള ചരിവാ വന്ന് കളക്ട് ചെയ്യാനുള്ള ചരിവ് കുറഞ്ഞു. അല്ലെങ്കിൽ കടൽ വെള്ളത്തിന്റെ ഹൈറ്റ് കൂടി കരയിലേക്ക് വെള്ളം കയറി നിൽക്കുന്നു, കൂടുതൽ വെള്ളം ഇവാക്യുവേറ്റ് ചെയ്ത് പോകുന്നില്ല. ഇതെന്ത് ചെയ്യുന്നുണ്ടാകും, ഫ്ലഡ് സിറ്റുവേഷൻ കോസ്റ്റൽ ഏരിയയിൽ അഗ്രിവേറ്റ് ചെയ്യുന്നതാണ്. കാരണം കടൽ തീരങ്ങളിലേക്ക് വെള്ളം കടലിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, പിന്നെ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം കൂടെ ആകുമ്പോഴത്തേക്കും സുഖമാവും. അപ്പൊ ഈ ഒരു അർത്ഥത്തില് ടൈഡ് എന്താ മീൻസ് ഫ്ലഡ് എന്താണ്, കോസ്റ്റൽ ഏരിയയിൽ ഇന്റൻസിഫൈ ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഇതിൽ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്. പക്ഷെ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, സസ്റ്റൈൻഡ് സ്ട്രോങ് ഓൺഷോർ വിൻഡ്സ് റിസൾട്ടിങ് ഇൻ അബ്നോർമലി ഹൈ സീ ലെവൽസ്. ഓൺഷോർ വിൻഡ്, കടൽ തീരത്ത് വീശുന്ന വിൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്, കടലിന്റെ വെള്ളത്തിന്റെ ഹൈറ്റിനെ കൂട്ടി നിർത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹാമ്പേർഡ് ദ റിവർ ഔട്ട്ഫ്ലോ, റിവറിന്റെ ഔട്ട്ഫ്ലോ കടലിലേക്ക് വന്നതിനെ തടഞ്ഞു എന്നുള്ളതാണ്. മുൻപ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കടലിന്റെ ലെവൽ, വെള്ളത്തിന്റെ ലെവൽ കൂടുതലായി തന്നെ നിൽക്കാൻ ഈ ഓൺഷോർ വിൻഡ് കാരണമായി എന്നുള്ളത്. സോ എഗെയിൻ ദർ ഇസ് എ പോസിബിലിറ്റി, അല്ലെങ്കിൽ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. ആ അർത്ഥത്തിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്നും ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണെന്നും നമുക്ക് അവിടെ ഇരുന്ന് നമ്മൾ പഠിച്ച ഏറ്റവും ബേസിക് കാര്യം, NCERT SCERT ഉപയോഗിച്ച് പഠിച്ച ഏറ്റവും ബേസിക് കാര്യം അപ്ലൈ ചെയ്യുക വഴിയും നമ്മളുടെ ലോജിക് അപ്ലൈ ചെയ്യുക വഴിയും എന്താണ്, ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമല്ലാത്ത ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യം, അതിനെ നമ്മൾക്കുള്ള പരിമിതമായ അറിവ് വെച്ചിട്ട്, ഈ പരിമിതമെന്ന് ഞാൻ പറയുന്നത് ആരും സിലബസ് ഒന്നും A to Z സ്കൂളിൽ പഠിക്കുന്ന പോലെ ഒന്നും കവർ ചെയ്തിട്ടല്ല കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യത്തിൽ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യുക വഴിയായിരിക്കും നമ്മളൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ആൻഡ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇതുപോലെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം എക്സാം ഹാളിൽ ഇരുന്ന് മാത്രം കിട്ടുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് കിട്ടുന്നവരുടെ, മാർക്ക് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളൊരു ഓഡ് വൺ ആയിരിക്കും. കാരണം നന്നായി പഠിച്ചിട്ടുള്ള ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ സാധിക്കുക ഈ ഒരു രീതിയിൽ. സോ ഇങ്ങനെയാണ് നമ്മൾ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ ബേസിക് ഐഡിയാസ് മനസ്സിലാക്കിക്കൊണ്ട് എക്സാം ഹാളിൽ ഇരുന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സാമിന്റെ അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത്. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചോദ്യം കാണിച്ചത്. നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ലെവലിലേക്ക് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ സംഭവങ്ങളൊന്നും ചെയ്യണമെന്നും അല്ല അതിന്റെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുക വഴി ഉദ്ദേശിച്ചത്. ഏറ്റവും ചെറിയ കാര്യം, ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുമ്പം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി, ബേസിക്സ് ക്ലിയർ ആക്കി പഠിക്കുക എന്നുള്ളത്. ഹോപ്പ് ഒരു ഐഡിയ, ഒരു ധാരണ കിട്ടി എക്സാം എങ്ങനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടും ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എങ്ങനെ കാണണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ഐഡിയ ഈ ഒരു എത്ര സമയമായി, ഒരു 40 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആഫ്റ്റർ ദാറ്റ് we will move on to start the first topic from the subject. Anybody? ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കുമില്ല? എല്ലാവർക്കും ജോഗ്രഫി അറിയാവുന്ന തോന്നുന്നല്ലോ.
ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ വിചാരിച്ചു 1 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചാൽ എനിക്കൊരു മിനിറ്റ് റെസ്റ്റ് ആയിരിക്കുമെന്ന്. നോ ഡൗട്ട്. ഓക്കെ ആണെന്നാണ് ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, പഠിക്കാനുള്ള ആഗ്രഹമായിരിക്കും. ഓക്കെ, ഞാൻ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഓക്കെ, ഞാൻ മെയിൻസിന്റെ ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഒരു 40 മിനിറ്റ് നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്തില്ല. സിമ്പിൾ ആണ് കുറെ ചോദ്യങ്ങൾ. നമ്മൾ ടോപ്പിക്ക് വരുന്നിടത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്ക് പഠിക്കുന്നു, അതിനുശേഷം ഈ ചോദ്യം വായിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അന്നേരം മനസ്സിലാവും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതൊക്കെയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്താൽ മതി. എനിവേ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് ആ ക്വസ്റ്റ്യൻ നമ്പർ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെഫർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമുക്ക് തിരിച്ച് പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് തിരിച്ചു വേണ്ടി ചോദ്യത്തിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. സോ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എക്സാം ഓറിയന്റഡ് ആണെങ്കിൽ പോലും നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഈ സബ്ജക്റ്റിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ ഒരു എക്സാമിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ജോലിക്ക് കയറിയാൽ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നോളജ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സിറ്റിസൺസ് ചാർട്ടർ, അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്. പ്ലസ് നമ്മളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ രീതികൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ പോളിസീസിനെ പറ്റിയിട്ട് പഠിക്കുക, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആകുമ്പം അതോടൊപ്പം തന്നെ എന്തിന് ഹിസ്റ്ററി പഠിക്കണം, എന്തിന് ജോഗ്രഫി പഠിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നില്ല. നമ്മളൊരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നാടിന്റെ പ്രത്യേകതയാണ്. അതാണ് ആ നാട്ടുകാരുടെ പ്രത്യേകതയും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതേപോലെ തന്നെ ആ സ്ഥലത്തിന്റെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഈ അർത്ഥത്തിലാണ് ഒരു എക്സാമിന് ഈ ഒരു സബ്ജക്ട് എന്നുള്ള ഒരു രീതിയിൽ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമുകളിൽ പോലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഗ്രീക്കുകാരുടെ കാലഘട്ടത്തിൽ ആ ഒരു ടൈമിൽ മെഡിറ്ററേനിയൻ റീജിയനുകളിലൊക്കെ അന്ന് ട്രാവലേഴ്സും മറ്റുമായിരുന്നു എക്സ്പ്ലോറേഷൻ, സ്ഥലങ്ങളുടെ പ്ലേസിന്റെ എക്സ്പ്ലോറേഷൻ എന്നൊരു രീതിയിലായിരുന്നു ജോഗ്രഫിയെ മനസ്സിലാക്കിയത്. മാപ്പ് വരയ്ക്കുന്നു, നാവിഗേഷൻ, അത്തരം കാര്യങ്ങളായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അറിവുകളെല്ലാം കൂടെ പിക്ക് ചെയ്തുകൊണ്ട് മുസ്ലിം വേൾഡ് അവർ കുറച്ചുകൂടി എന്താണ്, ഒരു പഠനാത്മകവും അങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള ഒരു കൾച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തവരാണ്. അവർ കുറച്ചുകൂടി എന്താണ്, ആ ഒരു അർത്ഥത്തിൽ ജോഗ്രഫിയെ എക്സ്പ്ലോർ ചെയ്തു. അതായത് കുറച്ചുകൂടി വിശാലമാക്കി, നോളജ് കുറച്ചുകൂടി കൂടുതലാക്കി അവര് മാപ്പ് ഗ്രിഡ് സിസ്റ്റത്തിലൊക്കെ കൊണ്ടുവരികയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ചൈനക്കാരും അന്നത്തെ സമയത്ത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യുന്നത് കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. അപ്പൊ അവർ പിന്നീട് ഈ ഒരു അറിവുകളെ എല്ലാം കൂടിയിട്ട് കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് കോമ്പസ് സിസ്റ്റവും നാവിഗേഷന് വേണ്ടിയിട്ട് അത്തരം കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം യൂറോപ്യൻസ് വരുന്നു. യൂറോപ്യൻസ് ഇവരുടെ എല്ലാം കയ്യിൽ നിന്നുള്ള പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് പഠിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻലൈറ്റ്മെന്റ് നടക്കുന്ന 16ാം നൂറ്റാണ്ട്, ആ ഒരു സമയം, അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പീരീഡ് ഉണ്ടല്ലോ. അവര് ഒരു വലിയ രീതിയിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നു. ജോഗ്രഫിയെ പറ്റിയിട്ട് പഠനങ്ങൾ കൂടുതലാക്കുന്നു, തിയറീസ്, അതൊരു സയൻസ് സബ്ജക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരുന്നു. പിന്നീട് യൂറോപ്യൻസ് ജർമ്മൻ സ്കൂളിലും ബ്രിട്ടൻ സ്കൂളിലും അമേരിക്കൻ സ്കൂളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ജോഗ്രഫേഴ്സ് കടന്നു വരുന്നു. അവർ സ്ഥലങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നു, അവയെ പറ്റിയിട്ട് കോറിലേഷൻസ് കൊണ്ടുവരുന്നു. സബ്ജക്ട് എന്നുള്ള രീതിയിൽ ജോഗ്രഫി ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ സയൻസ് സബ്ജക്റ്റുകൾ നമ്മൾ ജോഗ്രഫി, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കാറുള്ളത് പോലെ ജോഗ്രഫിയും തിരിച്ചു പഠിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജോഗ്രഫി ഇവോൾവ് ചെയ്ത് വന്നത്. ആക്ച്വലി ഇതൊരു ഇപ്പോഴും ഈ 19th 20th സെഞ്ചുറികളിലൊക്കെയാണ് ജോഗ്രഫി ഒരു സബ്ജക്റ്റായി തന്നെ പരിണമിച്ച് വരുന്നതും ഒക്കെ. ഫിസിക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്ടന്റെ കാലഘട്ടത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്. ജോഗ്രഫി അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റീസെന്റ് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും, ആസ് എ സയൻസ് സബ്ജക്ട് എന്നുള്ള രീതിയിൽ. ഇനി ജോഗ്രഫിയെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലുമാണെങ്കിലും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. One is physical geography part and the next one is human geography part. Very simple. നേച്ചറും നാച്ചുറൽ ഫോഴ്സസുമാണ് ജോഗ്രഫി, അതായത് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ
അപ്പൊ നമ്മൾ സിലബസ് നോക്കിയാലും നമുക്ക് എന്താണ് ഇങ്ങനെ തന്നെയാണ് ഒരു ഡിവിഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കംസ് ദ ഹ്യൂമൻ ജോഗ്രഫി പാർട്ട്. ഹ്യൂമൻ ജോഗ്രഫിയെ നമുക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ ജോഗ്രഫി എന്ന രീതിയിലും സിലബസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ്, ഇന്ത്യ ആൻഡ് കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഹ്യൂമൻ ജോഗ്രഫി പാർട്ടാണ്. അതായത് ഹ്യൂമൻ ബീങ്സ് ആണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഡിഫറൻസുകളും കോസസും കൊണ്ടുവരുന്നതെന്നുണ്ട് എങ്കിൽ അതിനെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ഹ്യൂമൻ ജോഗ്രഫിയുടെ ആയിട്ടുള്ള പഠിക്കണം. അതായത് പോപ്പുലേഷൻ, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ആ സ്ഥലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആക്ടിവിറ്റീസ്. ഓക്കെ, അത് എക്കണോമിക്സുമായി റിലേറ്റഡ് ആണ് കേട്ടോ ഈ ടോപ്പിക്ക്. ഈ ഹ്യൂമൻ ജോഗ്രഫി പാർട്ട് നല്ലൊരു ശതമാനം എക്കണോമിക്സിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സബ്ജക്ട് ഓവർലാപ്പിംഗ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ പരീക്ഷയ്ക്കും ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. യു ക്യാൻ എക്സ്പെക്ട് മാക്സിമം 2 questions out of 10. 10ൽ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചോദ്യം മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഒരുപാട് ഇതിൽ ഡീപ്പറായിട്ട് പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. സോ ബേസിക്കലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു NCERT-യിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ആണ് ജോഗ്രഫിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനാണെങ്കിൽ 9ലെയും 11ലെയും ബുക്കാണ് നമുക്ക് വരുന്നത്. അപ്പൊ 11ലെയും 12ലെയും ബുക്ക് എന്ന് പറയുന്നത് 2 സെറ്റ് ബുക്കുകളാണ്. ടോട്ടൽ 4 ബുക്കാണ് വരുന്നത്. ആ 4 ബുക്കിലെ 2 ബുക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ പാർട്ടും 2 ബുക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ ജോഗ്രഫി പാർട്ടുമാണ് വരുന്നത്. അതായത് നമുക്കൊരു 4 സെറ്റ് ഓഫ് ബുക്സ് ഉണ്ടാവും. 2 എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി പാർട്ട് ആയിരിക്കും കവർ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഹ്യൂമൻ ജോഗ്രഫി പാർട്ട് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് വേൾഡ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ജനറൽ പെർസ്പെക്റ്റീവിലും ഇതെന്ന് പറയുന്നത് ഇന്ത്യ പെർസ്പെക്റ്റീവിലും ആയിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വേൾഡ് ഹ്യൂമൻ ജോഗ്രഫി പെർസ്പെക്റ്റീവിലും ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ള ഒരു അർത്ഥത്തിലും. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ കൾച്ചർ, അത്തരം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരം 4 സെറ്റ് ഓഫ് ബുക്സ് ആണുള്ളത്. അപ്പോൾ അവിടെയും ക്ലാസിഫിക്കേഷൻ എന്താണ്? ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കും എന്താണ് ആ ഒരു അർത്ഥത്തിൽ തന്നെ സബ്ജക്റ്റിനെ തിരിച്ചാൽ മതി. ഇതല്ലാതെ പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് ജോഗ്രഫിയിൽ. അപ്പൊ അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. സോ സബ്ജക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, സോളാർ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോളാർ സിസ്റ്റം പഠിക്കുമ്പം നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിൻ പഠിക്കാനുണ്ട്. സോളാർ സിസ്റ്റത്തിന്റെ ഒറിജിൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, എങ്ങനെ ഇത് ഇവോൾവ് ചെയ്തു എന്ന് പറയുമ്പം എന്ന് ഇത് ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ടൈം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് 1 വർഷമെന്നോ അല്ലെങ്കിൽ 100 വർഷമെന്നോ 1000 വർഷമെന്നോ ഒന്നും അല്ല പറയുന്നത്, ലാർജർ നമ്പേഴ്സിലായിരിക്കും മെൻഷൻ ചെയ്യുക. സോ എന്താണ്, സസ്പെൻസ് ഒന്നും തരുന്നില്ല. 13.7 അല്ലെങ്കിൽ 13.8 അല്ലെങ്കിൽ റഫ്ലി 14 എന്ന് ചില ബുക്കുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ബില്യൺ ഇയേഴ്സ് എഗോ ആണ് നമ്മളുടെ യൂണിവേഴ്സ് ഉണ്ടായതെന്നാണ് നമ്മൾ പഠിക്കാറുള്ളത്. അല്ലെങ്കിൽ അതാണ് അതിന്റെ വാല്യൂ, 13.7 ഓർ 13.8 ബില്യൺ ഇയേഴ്സ് എഗോ. സോ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്യൺ എന്താണ് എന്നുള്ള കാര്യം വലിയ പാടായിരിക്കും. അതിൽ തന്നെ നമുക്ക് വേറൊരു വാല്യൂ ഉണ്ട്, മില്യൺ എന്ന് പറയുന്ന ഒരു വാല്യൂ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ബില്യണിന് പകരം മില്യൺ തന്നു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജോഗ്രഫിയുടെ ഒരു ചോദ്യം തന്നെ തെറ്റിക്കാനുള്ള സാധ്യത അവിടെ വരും. അപ്പൊ അത് ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന വാല്യൂസിൽ ഞാൻ ആദ്യം 10 ക്യൂബ്, അതായത് 3യുടെ പവറുകളിലാണ് ഇത് പറയുക. നമ്മൾ സെന്റി, മെഗാജിഗ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സെന്റിമീറ്റർ, മില്ലിമീറ്റർ, താഴോട്ട് ഇപ്പൊ മൈക്രോമീറ്റർ, നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ -3 -6 -9 എന്ന് പറഞ്ഞു പോകും. ഇവിടെ 10⁻³ 10⁻6 10⁻9 അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ യു ക്യാൻ സേ ഇറ്റ് ആസ് 1000. ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് 1000 എന്ന് തന്നെ വിളിക്കാം. ഈ 10⁻6 ഒന്ന് കഴിഞ്ഞിട്ട് 6 0 വരുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? മില്യൺ ആണോ ബില്യൺ ആണോ? ഹലോ, മില്യൺ ആണ്. ആർക്കെങ്കിലും വേറെ എതിരഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളുക. നമുക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യും. സോ 10⁻6 എന്ന് പറയുന്നത് മില്യൺ ആണോ ബില്യൺ ആണോ എന്നുള്ളത്. എനി ആൻസർ ഫ്രം യുവർ സൈഡ്? ഓക്കെ, 10⁻9 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 10⁻9 അതായിരിക്കും ബില്യൺ. ഓ, ഇത്രയും സന്തോഷമുള്ള കാര്യമായിരുന്നു ബില്യൺ. ഓക്കെ,
Okay. So 10 to the power of 6 and 10 to the power of 9. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഞാനിത് കൺഫ്യൂസിങ് ആവും, മില്യണും ബില്യണും പലർക്കും കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ. കാരണം ഇത് ഞാൻ നേരിട്ട ഒരു പ്രശ്നമാണ്. ഞാൻ ജോഗ്രഫി പഠിച്ച സമയത്ത് ഈ സ്കൂളിലെല്ലാം പഠിച്ചതിന് ശേഷം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് മില്യണും ബില്യണും കൺഫ്യൂസിങ് ആവുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് തന്നെ ഞാനും തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മില്യൺ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ, ബില്യൺ എന്ന് പറയുന്നത് ലാർജർ വാല്യൂ ആണ്, 6ലും 9ലും. അതായത് 10 to the power of 6 ആൻഡ് 10 to the power of 9 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കംസ് മില്യൺ. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബി ഫോർ ബിഗർ ഡിജിറ്റ്. ബി എന്ന് പറയുന്നത് ബിഗിനെ സൂചിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ, ബില്യൺ എന്ന് പറയുന്നതാണ് വലുത്. അപ്പൊ 10 to the power of 9 കംസ് ഫോർ ബില്യൺ, 10 to the power of 6 കംസ് ഫോർ മില്യൺ. ഇനി നമുക്ക് ഇതിനെ മലയാളത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് 10 lakhs ആണ്, 10 ലക്ഷമാണ്. ദശലക്ഷം, ദശലക്ഷം എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. മില്യനെയർ, സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ലക്ഷം രൂപ എന്നുള്ള ആ അർത്ഥത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഫോബ്സ് മാഗസിൻ ബില്യണേഴ്സിന്റെ ലിസ്റ്റ് പുറത്തു വിടാറുണ്ട്. അത് ചെറിയ ആൾക്കാരല്ല. അവർക്ക് എത്രയായിരിക്കണം ആസ്തി ഉണ്ടാവേണ്ടത്? ലക്ഷക്കണക്കിനൊന്നും അല്ല, കോടികളിലായിരിക്കും അത് വരുന്നത്. 100 കോടി എന്നുള്ളത് ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റ് എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്, അല്ലെങ്കിൽ ബില്യണേഴ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ 100 കോടി എന്നുള്ളതാണ് ബില്യൺ എന്ന് പറയുന്ന വാല്യൂ. ദാറ്റ്സ് എ ലാർജർ വൺ. മില്യൺ എന്ന് പറയുന്നത് സ്മോളർ വൺ. അപ്പൊ ഇതിൽ നിങ്ങൾ ആ ശതകോടിയും ദശലക്ഷവും ഒന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ട ഭാഗം. ഇതൊരു പുതിയ അറിവായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എക്സാമിന് എന്ന് പറയുമ്പോൾ 13.7 മില്യൺ യൂസ് എന്നും 13.7 ബില്യൺ യൂസ് എന്നും തന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോഴേ തന്നെ ക്ലിയർ ചെയ്തത്. സോ ബില്യൺ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിന്റെ ഏജും വലിയതാണ്, കോടിക്കണക്കിന് വർഷങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ബില്യൺ ആയിരിക്കും നമുക്ക് അവിടെ വരിക എന്നുള്ളത്. സോ ഇത് ആദ്യമേ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് കരുതി ഫസ്റ്റ് ടോപ്പിക് എന്നുള്ള ഒരു രീതിയിൽ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നമ്മുടെ ബേസിക് സാധനങ്ങളിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സ് സോളാർ സിസ്റ്റത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ്, കുറച്ച് യൂണിറ്റ്സുകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ആ യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രപഞ്ചത്തിൽ ദൂരത്തെ അളക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രപഞ്ചത്തിന്റെ സൈസും പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ സൈസും ഓരോ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ഒക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, മേ ബി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രപഞ്ചത്തില് നമ്മളെന്ന് പറയുന്നത് ഉണ്ട് എന്ന് പോലും പറയാൻ കൊള്ളാവുന്നത്ര സൈസിലുള്ള ആളല്ല. കാരണം അത്രത്തോളം ചെറുതാണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യനിൽ ഒരു കുത്തിട്ടാൽ പോലും നമുക്ക് ഭൂമിയാന്ന് പറയാൻ പറ്റത്തില്ല. ഈ സൂര്യനെ എടുത്തിട്ട് നമ്മളുടെ ഗാലക്സിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ഗാലക്സി എടുത്തിട്ട് പ്രപഞ്ചത്തിലുള്ള സകല ഗാലക്സികളുടെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. ഡോട്ട് എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡോട്ട് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രത്തോളം വലുതാണ് നമ്മളുടെ യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം സയന്റിസ്റ്റ് സ്റ്റീവൻ അവർ തന്നെ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിന് കൺസീവ് ചെയ്യാൻ പറ്റുന്നതല്ല യൂണിവേഴ്സിന്റെ സൈസ്. പിന്നെ നമുക്ക് കമ്പാരിസൺസ് കൊണ്ടുവരാത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പരിമിതമായ നോളജേ ഉള്ളൂ. എവിടം വരെയാണ് യൂണിവേഴ്സ് എന്നൊന്നും നമുക്കറിയത്തില്ല. അറിയാവുന്ന യൂണിവേഴ്സ് പോലും എന്താണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നമ്മുടെ ബ്രെയിനില്ല. അത്രത്തോളം വലുതാണ് ഈ ഒരു സംഗതി. അപ്പോൾ അങ്ങനെ വരുമ്പം യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും വരുന്നിടത്ത് കിലോമീറ്ററോ മീറ്ററോ മില്ലിമീറ്ററോ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലൊന്നും നമുക്കൊന്നിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ യൂണിറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്കെയിലുണ്ട്. അതായത് നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ അതിന്റെ പേര് മൈക്രോ ആണ്, അതുകൊണ്ട് തന്നെ മൈക്രോ സ്കെയിലിൽ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബുക്കിന്റെ സൈസിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റിമീറ്റർ സ്കെയിലിൽ പറയേണ്ടി വരും. നമ്മൾ കിലോമീറ്ററിൽ പറയാൻ പറ്റും, നമുക്ക് 0.000 എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതല്ല അതിന്റെ ഒരു അളവ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന യൂണിറ്റ് ഇല്ല. കാരണം ആ ഡിജിറ്റ്സ്, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മനുഷ്യന്റെ ഹൈറ്റ് പറയുമ്പോഴും നമുക്ക് സെന്റിമീറ്ററിൽ പറയാം. ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിലേക്ക് വരുമ്പോൾ നമ്മളത് മീറ്ററിൽ പറയേണ്ടി വരും, മില്ലിമീറ്ററിൽ പറഞ്ഞാൽ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസ്റ്റൻസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റേഴ്സിൽ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഭൂമിയിൽ അക്രോസ് ആയിട്ടുള്ള ട്രാവലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിലോമീറ്ററിൽ പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളുടെ ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കിലോമീറ്ററിൽ നമ്മൾ പ്രപഞ്ചത്തെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഭൂമിയുടെ ഡയമീറ്റർ അടക്കം നമുക്ക് കിലോമീറ്ററിൽ പറയാൻ പറ്റും. പക്ഷെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും ഒക്കെ നമ്മൾ കിലോമീറ്ററിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഹ്യൂജ് നമ്പേഴ്സിലേക്ക് അത് പോകാൻ തുടങ്ങും. അവിടെ നമുക്ക്
നെക്സ്റ്റ് ഒരു വാല്യൂ വേണ്ടി വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു യൂണിറ്റ് വേണ്ടി വരും. അത് തന്നെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം എളുപ്പമാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ അതിലുള്ള വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തെ കമ്പയർ ചെയ്യുന്നതിനും അളക്കുന്നതിനും മറ്റുമായി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. Astronomical unit or AU. And the definition is, astronomical unit is the average distance between sun and earth. So നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അതിനെ ചുറ്റിയിട്ടാണ് എല്ലാവരും കറങ്ങുന്നത്. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ വട്ടം KASന് ചോദിച്ചതാണ്. സൺ ഈസ് നോട്ട് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ആക്ച്വലി നമ്മളത് പഠിക്കുക എന്താണെന്നുള്ളത്. But it appears like sun is the center of the solar system. Then everything is revolving around it due to its gravitational force. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെക്കൻഡ് സെലസ്റ്റിയൽ എന്ന് പറയുന്നത് എർത്ത് ആണ്. എർത്ത് ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നത്. പ്രൈമറി നമുക്ക് എർത്ത് തന്നെയാണ്, സൺ കഴിഞ്ഞാൽ പിന്നെ എർത്ത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവും. സോ ദാറ്റ് ഈസ് ആക്ച്വലി വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആൻഡ് റിമെമ്പർ, ദിസ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ്. ഓക്കെ, കാരണം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. നേരത്തെ നമ്മൾ അപ്പോജി പെരിജി എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടായിരുന്നല്ലോ, അടുത്ത് വരുന്നു ദൂരെ പോകുന്നു എന്നുള്ളതാണ്. മേ ബി പലർക്കും അറിയത്തില്ലായിരിക്കും, നമ്മൾ പെരിജിയൻ സ്പ്രിംഗ്ടൈഡ് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സൂര്യനോട് അടുത്ത് ഭൂമി വരികയും സൂര്യനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ യൂണിറ്റ്, ആ യൂണിറ്റിന്റെ പർട്ടിക്കുലർ വാല്യൂ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ആവറേജ് വാല്യൂ. സോ ദാറ്റ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 147.5 മില്യൺ ഇയേഴ്സും, അതിന്റെ കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 147.5 മില്യൺ ഇയേഴ്സും, കൂടിയ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 152. എക്സാക്ട് വാല്യൂ ഒന്നും അല്ല കേട്ടോ, ഈ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും കൂടുതൽ കുറവ് എന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ ഒരു ആവറേജ് ആയ 150 മില്യൺ കിലോമീറ്റർ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. സോ ഇവിടെ മില്യൺ വന്നില്ലേ, അപ്പൊ ഇവിടെ ബില്യൺ കയറ്റി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാല്യൂ ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് മില്യൺ ബില്യൺ ആദ്യമേ തന്നെ പറഞ്ഞു തന്നത്. സോ ഈ 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ്. റിമെമ്പർ, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സോ ദാറ്റ്സ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇനി നമുക്ക് ഇതൊന്നും പഠിക്കേണ്ടതല്ല കേട്ടോ. AUവിൽ നമ്മളുടെ ഓരോ പ്ലാനറ്റുകളും എത്രത്തോളം ദൂരമാണ് സണ്ണിൽ നിന്നുള്ളതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും പഠിക്കാൻ എടുക്കരുത്. ഇതുപോലെയുള്ള ഫാക്ടുകളൊന്നും KASന് പഠിക്കാനുള്ളതേ അല്ല. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കമ്പാരിസണിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് AUവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഞാനിത് കിലോമീറ്ററിലോ അല്ലെങ്കിൽ മില്യൺ കിലോമീറ്റേഴ്സിലോ മറ്റോ എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതായത് ഓരോ പ്ലാനറ്റ് എവിടെയാണെന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അതേസമയം നമ്മളിത് AUവിൽ പറയുമ്പോൾ എന്താ, എർത്ത് എന്ന് പറയുന്ന ഒരു AU ആണ്. വീനസ് എന്ന് പറയുന്നത് അതിൽ താഴെ, എന്നാൽ എർത്തിനോട് വളരെ ചേർന്നല്ലേ, 0.721 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പം ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു എർത്ത് ആണ് വീനസ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലാതെ വലിയൊരു വാല്യൂ എടുത്തിട്ട് 147 മില്യൺ ആണ്, മറ്റേ 151 മില്യൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ തലയിലോട്ട് കൊണ്ടുവരാൻ ഒരുപാടുണ്ട്. മെർക്കുറി എന്ന് പറയുമ്പോൾ ഒരുപാട് അടുത്താണ് സൂര്യനിലേക്ക്, 0.4 AU ഉള്ളൂ. മാർസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5, ഭൂമി വരെയുള്ള ദൂരവും കഴിഞ്ഞിട്ട് അതിന്റെ പകുതി ദൂരവും കൂടെ വരണം. അപ്പൊ അങ്ങനെയുള്ള ഇൻഫറൻസുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ ജൂപ്പിറ്റർ 5 ടൈംസ് കൂടാൻ തുടങ്ങി, 5 ഇരട്ടിയിലേക്ക് മാറി. അപ്പോൾ ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെ 4 പ്ലാനറ്റിൽ നിന്നും ഒരു വലിയ വ്യത്യാസം കാണാൻ സാധിച്ചു. സാറ്റേൺ 9 ആയി, യുറാനസ് 99, നെപ്റ്റ്യൂൺ 30 ആയി, പ്ലൂട്ടോ 39 ആയി. അപ്പൊ എന്താണ്, അകന്നു പോവുകയാണെന്നുള്ളത് ഈ ഒരു വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AUവിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം. AU എന്താണെന്നും ആവറേജ് വാല്യൂ എന്താണെന്നും മാത്രം പഠിച്ചാൽ മതി. ദെൻ കംസ് നെക്സ്റ്റ് അബൌട്ട് ദ സൈസ് ഓഫ് ദ പ്ലാനറ്റ്സ്. പ്ലാനറ്റുകളുടെ സൈസിനെ പറ്റിയിട്ടാണ്. ബേസിക് ആണ്, പലർക്കും അറിയാം, പക്ഷേ സ്കൂൾ ലെവലിൽ നിന്നൊക്കെ വിട്ടത് കൊണ്ട് ഇപ്പം ഓർമ്മയുണ്ടാവണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്ലാനറ്റ്സിന്റെ ഓർഡറിൽ അത് പറയാൻ ആദ്യം മനസ്സിലാക്കുക. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ ഇപ്പോൾ ഒരു പ്ലാനറ്റ് ആണോ? പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണോ? അല്ല. വൈ? ആയിരുന്നോ? പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു? പക്ഷെ ഇപ്പോ അല്ല. അത് പ്ലാനറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാനുള്ള സൈസ് ഇല്ല. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? നെപ്റ്റ്യൂണിന്റെ സഞ്ചാരപാതയിലേക്ക് കയറി ന്യൂസിൽ വന്നിരുന്നത്. നെപ്റ്റ്യൂണിന്റെ സഞ്ചാരപാതയിലേക്ക് പ്ലൂട്ടോ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം
ഓക്കെ. അപ്പൊ പ്ലൂട്ടോ ഇപ്പൊ എന്താണ് ആക്ച്വലി? കുള്ളൻ ഗ്രഹമല്ലേ? സെലസ്റ്റിയൽ ബോഡി. സെലസ്റ്റിയൽ ബോഡി ആയപ്പോ എല്ലാം തികഞ്ഞല്ലോ. സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ സ്റ്റാറും പ്ലാനറ്റും സാറ്റലൈറ്റ്സും ഇനി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ ഓക്കെ. ഡോർഫ് പ്ലാനറ്റ്, ഡോർഫ് പ്ലാനറ്റ് ആണ്. ചിഹ്നഗ്രഹം, കുള്ളഗ്രഹം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഡോർഫ് പ്ലാനറ്റുകൾ എന്ന് പറയുന്ന ഒരു പേര്. ഇതിന്റെ ഒരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ പ്ലാനറ്റുകൾ ഒന്നും നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല. ആദ്യമകാലത്തുള്ള ആളുകൾ തന്നെ ഒബ്സർവ് ചെയ്ത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ വരെയൊക്കെ കിട്ടിയായിരുന്നു. ഇപ്പൊ യുറാനസും നെപ്റ്റ്യൂണുമാണ് പിന്നീട് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ യുറാനസും, അതായത് അതുവരെ അറിയാവുന്ന പ്ലാനറ്റുകൾക്ക് അപ്പുറത്തേക്ക് പ്ലാനറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെ നമുക്ക് കിട്ടി. അതായത് വലിയ പ്ലാനറ്റുകളുടെ സഞ്ചാരപാതയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു, പുറത്തുനിന്ന് ആരോ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് ഇക്വേഷൻസിലൂടെ കിട്ടി. അത് പ്രകാരം ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നോക്കി ഇവിടെ എവിടെയാടാ ഉള്ളതെന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് യുറാനസ്. യുറാനസിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി യുറാനസ് മാത്രമല്ല വേറെ ആരോ കൂടി ഉണ്ട്, കാരണം വേറൊരാളും കൂടിയിട്ട് ഇതേപോലെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് നെപ്റ്റ്യൂൺ. ഈ നെപ്റ്റ്യൂണും കിട്ടിക്കഴിഞ്ഞപ്പോഴും ഉണ്ട് എന്താണ്, 8 പ്ലാനറ്റ് മാത്രമല്ല ഇനിയും ഉണ്ട് ആള്. ആ ഒരാളിനെ കൂടെ കിട്ടണം. ആ ആളും കൂടി എന്താണ്, ഇവയുടെ സഞ്ചാരപഥത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി കാരണം ഉദ്ദേശിച്ച രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഇക്വേഷൻസ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ പ്ലാനറ്റ് 9 കണ്ടെത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് അറിയാതെ വന്നു വിട്ടുപോയതാണ് പ്ലൂട്ടോ. ഒരാവേശത്തിന് പ്ലൂട്ടോയെ പിടിച്ച് പ്ലാനറ്റ് ആക്കി. പക്ഷെ പ്ലൂട്ടോ വളരെ ചെറുതായിരുന്നു. പ്ലൂട്ടോയ്ക്ക് ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതായത് ഈ സഞ്ചാരപഥത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അത്രയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെലുത്താനോ ഒന്നുമുള്ള യാതൊരുവിധ ഒരു കഴിവും ഇല്ലാത്തൊരു ഒരു ഒബ്ജക്റ്റ് മാത്രമായിരുന്നു പ്ലൂട്ടോ. നമ്മളുടെ കാൽക്കുലേഷൻസ് പ്രകാരം നിലവിലത്തെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആവാൻ സാധ്യതയുള്ളതാണ് ഈ പ്ലാനറ്റ് 9 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താണ്, വളരെ ദൂരെ ആവാനുമാണ് അതിന്റെ പോസിബിലിറ്റി. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. മാത്രവുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ചെറുതല്ല സ്പേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പർട്ടിക്കുലർലി ഒബ്സർവ് ചെയ്താലൊന്നും നമുക്കത് കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, പ്ലൂട്ടോയെ പിടിച്ച് അകത്താക്കുകയും ചെയ്തു, എങ്ങനെയും പുറത്താക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് പ്ലാനറ്റുകളുടെ കണ്ടീഷൻ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 തീരുമാനിക്കുകയും 3 കണ്ടീഷൻസ് പ്ലാനറ്റിനുണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു സെലസ്റ്റിയൽ ബോഡിക്ക് ഉണ്ടായാൽ മാത്രമേ അതിനെ പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂ എന്നും അവരൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. അത് പ്രകാരം ആദ്യത്തേതെന്ന് പറയുന്നത് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യന്റ് മാസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അറ്റൈൻ എ സ്പെറിക്കൽ ഷേപ്പ്. അതായത് പ്രപഞ്ചത്തില് സ്പെറിക്കൽ ഷേപ്പിലും ഇറഗുലർ ഷേപ്പിലുമായിട്ടുള്ള ഒബ്ജക്റ്റുകളുണ്ട്. ഈ സ്പെറിക്കൽ ഷേപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്. അപ്പൊ ഉള്ളിലേക്ക് വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളും പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന റൊട്ടേഷണൽ ഫോഴ്സും, അതായത് സെൻട്രിഫ്യൂഗൽ കമ്പണന്റ് ഓഫ് റൊട്ടേഷണൽ ഫോഴ്സും കൂടി ചേരുമ്പോൾ അതിന്റെ ഒരു ബാലൻസിലാണ് ഈ പറയുന്ന ഷേപ്പുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആവശ്യം പോലെ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ, ആവശ്യം പോലെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാവിറ്റി ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വശത്തു നിന്നും ഒരേപോലെ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ മാത്രമേ റൊട്ടേഷണൽ ഫോഴ്സിനോടൊപ്പം ഇത് കൂടി ആക്ട് ചെയ്തിട്ട് സ്പെറിക്കൽ ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സ്പെറിക്കൽ ഷേപ്പ് കിട്ടണമെങ്കിൽ അതുകൊണ്ട് എന്ത് തന്നെ വേണം, സഫിഷ്യന്റ് മാസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അങ്ങനത്തെ സഫിഷ്യന്റ് മാസ് ഇല്ലാത്ത ഒബ്ജക്റ്റുകൾ വലിയ പാറക്കഷ്ണങ്ങളെ പോലെ മാത്രമേ ബിഹേവ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഉൽക്കകളൊക്കെ കണ്ടെത്തില്ല, ഇറഗുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള. അതിന് മാസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇതുപോലെ പലത് കൂടിച്ചേർന്ന് മാസ് ആകുമ്പോൾ അത് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് രണ്ടാമത് വേണ്ടത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർഡ് ഇറ്റ്സ് ഓർബിറ്റ്. അതായത് അത് പോകുന്ന പാതയിൽ അതായിരിക്കണം വലിയ ഒബ്ജക്റ്റ്. മറ്റ് ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടായിരിക്കണം. മറ്റ് വലിയ ഒബ്ജക്റ്റ് ഒന്നും ഇതിന്റെ ഓർബിറ്റിലൂടെ കടന്നു പോകാനൊന്നും പാടില്ല. കാരണം എന്താണ്, അതൊരു മൈനർ കാറ്റഗറി അല്ലേ, കൂട്ടത്തിൽ വമ്പനല്ല എന്നുള്ള അർത്ഥത്തില്. അപ്പം പ്ലൂട്ടോ ആ ഒരു തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അത് ഇപ്പം മറ്റു ഓർബിറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് പോകുന്ന ഓർബിറ്റിൽ അതല്ല വലിയ ഒബ്ജക്റ്റ് ആയി മാറിയത്. അപ്പൊ ആ ഒരു അർത്ഥത്തില് ആ ഒരു ലാസ്റ്റ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് പ്ലൂട്ടോയെ പിടിച്ച് പുറത്താക്കിയപ്പോൾ പ്ലൂട്ടോയ്ക്ക് എന്താണ്, കാഴ്ചയിലൊന്നും ഒരു കുഴപ്പമില്ല, സൈസ് ചെറുതാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്ന അർത്ഥത്തില് നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ കുറച്ചധികം ഡ്വാർഫ് പ്ലാനറ്റുകളുണ്ട്. പ്രധാനപ്പെട്ട 5 എണ്ണമാണ് വരുന്നത്. അപ്പം ആ ഡ്വാർഫ് പ്ലാനറ്റുകളുടെ പ്രത്യേകത അത് ഇറഗുലർ ഷേപ്പ്ഡ് അല്ല എന്നുള്ളതാണ്. അതായത് അതിന് സ്പിയർ അല്ലെങ്കിൽ സ്പെറിക്കൽ എന്ന് സിമിലർ ആയിട്ടുള്ള, സ്പിയറിന് സിമിലർ ആയിട്ടുള്ള, അത് പെർഫെക്റ്റ് സ്പിയർ ഒന്നും ആവണമെന്നില്ല, ചിലപ്പോൾ ഇലോങ്ങേറ്റഡ് സ്പിയർ ആവും. എന്നിരുന്നാലും എന്താണ്, ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് ഉള്ളവയെല്ലാം കൂടെ പിടിച്ചിട്ട് ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി. അതില്ലാത്തവയെല്ലാം കൂടിയിട്ട് എന്താണ്, ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറി. അപ്പോൾ ഇതാണ് പ്ലൂട്ടോയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ
ഇതാണ് 8 പ്ലാനറ്റുകൾ പ്ലസ് പ്ലൂട്ടോ ഇപ്പം പുറത്തായിട്ടുള്ളത്. അപ്പം മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇവയുടെ സൈസ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ഇവയുടെ സൈസ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാതൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. കാരണം ഇത്തരം ഫാക്ടുകളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ചോദിച്ചാൽ അത് നഷ്ടപ്പെടരുതല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് തന്നെ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെ പറഞ്ഞുതരാം. ഈ പ്ലാനറ്റിന്റെ ഓർഡർ നമുക്ക് അറിയാമായിരുന്നുണ്ട് എങ്കിൽ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന രീതിയിലാണ് അവസാനത്തെ 4 പ്ലാനറ്റുകളുടെ സൈസ് കുറഞ്ഞു വരുന്നത്. അതായത് ജൂപ്പിറ്റർ ആയിരിക്കും ഏറ്റവും വലുത്, സാറ്റേൺ ആയിരിക്കും നെക്സ്റ്റ് വലുത്. ഇപ്പൊ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നുള്ള ഒരു രീതിയിലായിരിക്കും കുറഞ്ഞു വരിക. അതിൽ തന്നെ ജൂപ്പിറ്റർ ആൻഡ് സാറ്റേണിന്റെ പ്ലാനറ്ററി മാസ് എന്ന് പറയുന്നത് 90% വരും. അതായത് മറ്റെല്ലാ പ്ലാനറ്റുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10%-ത്തിനകത്തേ വരത്തുള്ളൂ മാസ്. ഇപ്പൊ ജൂപ്പിറ്റർ, സാറ്റേൺ വളരെ വളരെ വലുതാണ്. ജൂപ്പിറ്ററിനോട് അടുത്ത് തന്നെ നിൽക്കും സാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിലുള്ള മാസ് ആവും. അപ്പൊ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നുള്ള ഒരു രീതിയിൽ സൈസ് കുറഞ്ഞു വരുന്നു. ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലോ, ആദ്യത്തെ 4 എടുത്തു കഴിഞ്ഞാൽ എർത്താണ് കൂട്ടത്തിലെ വലുത്. എർത്താണ് കൂട്ടത്തിലെ വലുതെന്ന് പറയുന്നത്. എർത്തിനോട് ചേർന്ന് നിൽക്കുന്ന ട്വിൻ പ്ലാനറ്റ് അല്ലേ വീനസ് എന്ന് പറയുന്നത്. അപ്പൊ വീനസ് എന്ന് പറയുന്നത് എർത്തിന്റെ തൊട്ട് താഴെ സൈസ് വരും. ദെൻ മെർക്കുറി ഏറ്റവും ചെറുതാണ്. അപ്പൊ പിന്നെ വരുന്നത് മാഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്ലാനറ്റുകളെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പ്ലാനറ്റുകളുടെ സൈസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ജൂപ്പിറ്റർ, സാറ്റേൺ ആണ് വലുത്. ജൂപ്പിറ്റർ ഏറ്റവും വലുതാണ്. ഇതൊക്കെ സ്കൂൾ ലെവലിൽ നിന്ന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ ഒരു ഓർഡർ അറിയണമെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ദെൻ അതിന്റെ തൊട്ട് താഴെ എർത്ത് വരുന്നു. എർത്തിനോട് ക്ലോസർ ആയിട്ട് വീനസ് ഉണ്ട്. ഏറ്റവും ചെറുത് മെർക്കുറിയാണ്. അപ്പൊ അതിന് തൊട്ട് മുകളിൽ മാഴ്സ് വരുന്നു എന്നുള്ള രീതിയിൽ മാത്രം ഓർത്ത് വെച്ചാൽ മതി. കോഡും ട്രിക്കും ഒക്കെ പഠിച്ച് പിന്നെ അത് പഠിക്കണം. പിന്നെ ആ കോഡ് ഓർത്തെടുക്കാൻ വേറൊരു കോഡ് പഠിക്കണം. അത് ഇവിടെ തൽക്കാലം അപ്ലൈ ചെയ്യേണ്ട, കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ല ഇതൊന്നും. അപ്പൊ ഈ ഒരു രീതിയിൽ മാത്രം ഓർത്ത് വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻസിന് കോഡ് പഠിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ തന്നെ ആ ഉത്തരം എഴുതാൻ പറ്റും. സോ ഇതാണ് പ്ലാനറ്റിന്റെ സൈസ്. ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ക്ലാസ്സിൽ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഇമ്പോർട്ടൻസ് പോലും ഇല്ലാത്തൊരു ടോപ്പിക്കാണ് അത്. പഠിക്കുമ്പോൾ കവർ ചെയ്ത് പോകാമെന്ന് കരുതി. ദെൻ ഓർബിറ്റൽ ലെങ്ത്, ഇത് നിങ്ങൾക്കിടെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്. സോ നെക്സ്റ്റ് ടോപ്പിക്, അതായത് നമ്മൾ പഠിച്ചു വന്നത് യൂണിറ്റ്സ് ആയിരുന്നു. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സുകളെ പറ്റിയിട്ടായിരുന്നു. അത് പറഞ്ഞപ്പം സൈസ് കൂടിയൊക്കെ പറഞ്ഞു പോയി എന്ന് മാത്രം. സോ ദ നെക്സ്റ്റ് വൺ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടാമത്തെ യൂണിറ്റ്, അതിന്റെ ഹയർ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള പ്രപഞ്ചത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോമൺ യൂണിറ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് ലൈറ്റ് ഇയേഴ്സ്. ലൈറ്റ് ഇയറുകളിലായിരിക്കും ഒരുവിധപ്പെട്ട വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ, പ്രത്യേകിച്ച് ദൂരെയുള്ള ഒരു നക്ഷത്രത്തെ പറ്റിയിട്ട്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് പുറത്തേക്ക് എന്തിനെ പറ്റി നമ്മൾ പറഞ്ഞാലും നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്ന ഒരു ടേം കേൾക്കും. ലൈറ്റ് ഇയർ. Can anyone say what is light year? ലൈറ്റ് ഇയർ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? Distance light travels in a year. Distance light travels in a year. So light year എന്ന് പറയുന്നത്, is it a unit of time or is it a unit of distance? ഡെഫിനിഷൻ ക്ലിയർ ആണ്. എന്നാലും ഞാൻ ബാക്കിയുള്ളവരോട് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, സമയം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണോ അതോ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണോ? ഇയറിലാണ് പറയുന്നത്. ദൂരം യൂണിറ്റ് ആണ്. യാ, ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ്. അതായത് നമ്മളിപ്പം ട്രാവൽ ഒക്കെ ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്, യെസ് ഓഫ് കോഴ്സ്. നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എങ്ങനെയാണ് സാധാരണ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ കിലോമീറ്ററിൽ കൃത്യമായിട്ട് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ് പരിഷ്കാരികളായിരിക്കും. യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താണ്, ഇത്ര സമയം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. നമ്മൾ PSC എക്സാമിന് പോവുകയാണ്, നമുക്കറിയാം ഏതൊരു സ്ഥലത്തായിരിക്കും തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ബസ്സിന് പോകാനാണെങ്കിൽ 2 മണിക്കൂറത്തെ കാര്യമുള്ളെന്ന് പറയും. ഈ 2 മണിക്കൂറത്തെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്നില്ലേ, അതാണ് ഇവിടുത്തെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സമയം വെച്ചിട്ട് നമ്മൾ എന്തിനെ മെൻഷൻ ചെയ്യുന്നു, ഈ സമയം വെച്ചിട്ട് നമ്മൾ ദൂരത്തെ മെൻഷൻ ചെയ്യുന്നു. പക്ഷെ പ്രൊവൈഡഡ് ദ സ്പീഡ്, ആ ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിന്റെ സ്പീഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് പറയണമെന്നുണ്ടെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു സമയമായിരിക്കും, കാറിൽ പോകുമ്പോൾ ഒരു സമയമായിരിക്കും, പ്ലെയിനിൽ പോകുമ്പോൾ ഒരു സമയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്പീഡ് മനസ്സിൽ ഓൾറെഡി നമുക്കുണ്ട്. കാരണം നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പീഡ് നമുക്ക് അറിയാൻ എങ്ങനെയാണ് എത്തുക എന്നുള്ളത്, പ്ലസ് ട്രാഫിക് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ നമ്മൾ അതിനായി എടുക്കുന്ന മീഡിയം സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിൽ
നിങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ ആൻ ഇയർ. അതും ഒരു വർഷത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. അതായത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലൈറ്റ് ഇയർ. ഇനി ഇവിടെ പറയാനുള്ള ഒരു എക്സ്ട്രാ കാര്യം ഫിസിക്സിലൊക്കെ നിങ്ങൾക്ക് വേണ്ടതായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 3 × 10⁸ meters per second. 3 lakh kilometers അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ 3 × 10⁸ meters per second എന്നുള്ളതാണ്. അവിടെ ഒരു സാധനം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്, പലർക്കും അറിയാവുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവാണ് പ്രകാശം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയുള്ള വസ്തു അല്ല പ്രകാശം, അല്ലെങ്കിൽ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത, പ്രപഞ്ചത്തിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വേഗത എന്ന് പറയുന്നതാണ് 3 × 10⁸ meter/second. ആ വേഗതയിൽ പ്രകാശവും സഞ്ചരിക്കും, മറ്റ് ചില സബറ്റോമിക് പാർട്ടിക്കിളുകളും സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ നമുക്കറിയാവുന്ന ഏറ്റവും പരമാവധി വേഗതയാണ് അതെന്ന് പറയുന്നത്. ആ വേഗതയാണ് 3 × 10⁸ meter/second. അത് വാക്യൂമിൽ ലൈറ്റ് ആ വേഗതയിൽ സഞ്ചരിക്കുന്നു. മീഡിയം ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. മറ്റ് ചില സബറ്റോമിക് പാർട്ടിക്കിളുകളും ആ വേഗതയിൽ സഞ്ചരിക്കാറുണ്ട്. സോ ഈ പ്രപഞ്ചത്തിന്റെ ലിമിറ്റായിട്ട്, വേഗതയുടെ ലിമിറ്റായിട്ട് പറയുന്ന 3 × 10⁸ meter/second എടുത്തുകൊണ്ട്, അത് ലൈറ്റിൻ്റെതായിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് ലൈറ്റ് ഇയർ എന്നുള്ള രീതിയിൽ പറയുന്നു. ആ വേഗത എടുത്തുകൊണ്ട് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുമ്പോൾ എത്തുന്ന ദൂരത്തെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ലൈറ്റ് ഇയർ വാല്യൂ ഇൻ ടേംസ് ഓഫ് ആക്ച്വൽ വാല്യൂ, സോ ഇവിടെ ഒരു 10⁻12 ആണ്. 10⁻12 അല്ല, 10⁻12. 10⁻12 എന്ന് പറയുന്നത് 9.461 × 10⁻12. 9.461 × 10⁻12 കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ് ആ വാല്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് കിട്ടും. ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു 3 lakh കിലോമീറ്ററിന്റെ കൂടെ, അതായത് ഇത് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നതാണ് 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതേ ഇൻറ്റു എന്താണ് 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിലെ വാല്യൂ ആവും. അതേ ഇൻറ്റു 60 ചെയ്താൽ നമുക്ക് ഒരു മണിക്കൂറിലെ വാല്യൂ ആവും. അതേ ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ആവും. 365 ഡേയ്സ് ഉള്ള ഒരു ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. 10⁻12 ആണെന്ന് മാത്രം. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അർത്ഥത്തിൽ ലൈറ്റ് ഇയർ ടേംസിൽ നമ്മൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് 500 സെക്കൻഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 8.2 അല്ലെങ്കിൽ 8.3 മിനിറ്റ്സ്. ആ മിനിറ്റ് 8 മിനിറ്റ്, 8-ൽ കൂടുതൽ ഒരു മിനിറ്റ് ആണ്. ആ സമയം കൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്തുന്നത്. സോ ഇൻ ടേംസ് ഓഫ് ലൈറ്റ് ഇയർ, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഇയറിലോ മന്തിലോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കംസ് ടു മിനിറ്റ്സ്, മിനിറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രയും ചെറുതാണ് ആ ഒരു ദൂരം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ലൈറ്റ് ഇയർ. കോൺസെപ്റ്റ് ഇപ്പോഴേ തന്നെ ക്ലിയർ ആക്കിക്കോണേ. ലൈറ്റ് ഇയർ ഈസ് ആക്ച്വലി, ഇതൊരു കൺഫ്യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്തിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. തീരെ ആ ഒരു കോൺസെപ്റ്റ് അറിയാൻ വയ്യാത്ത ഒരാൾ ഇയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ടൈം എന്നുള്ളൊരു രീതിയിൽ ആൻസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നൗ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പം ലൈറ്റ് ഇയറിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ലൈറ്റ് ഇയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് ഞാൻ കൊടുത്തതാണ്. നമ്മളുടെ സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിയറസ്റ്റ് സ്റ്റാർ അത് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ദ നിയറസ്റ്റ് സ്റ്റാർ ടു അവർ സൺ. നിയറസ്റ്റ് സ്റ്റാർ, ആൻസർ ഇല്ല. ഓക്കെ, നിയറസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് പ്രോക്സിമ സെൻച്വാറി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ്. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭൂമിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ചോദിച്ചാൽ അത് സണ്ണാണ്. ഭൂമിയുമായി അടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ സ്റ്റാർ ആണ് ഈ പ്രോക്സിമ സെൻച്വാറി എന്ന് പറയുന്നത്. സണ്ണുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സോളാർ സിസ്റ്റത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്രോക്സിമ സെൻച്വാറിയാണ്. അപ്പൊ ഏതിനോടടുത്ത് ഏതിനോട് രണ്ടാമതടുത്ത് എന്നുള്ളത് ആ പൊസിഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ പ്രോക്സിമ സെൻച്വാറി എന്ന് പറയുന്ന സ്റ്റാർ ആക്ച്വലി ഇതൊരു സിസ്റ്റം ഓഫ് സ്റ്റാർസ് ആണ്. അതായത് നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യനാണെന്നുണ്ടെങ്കിൽ മറ്റു പല സോളാർ സിസ്റ്റങ്ങളിലും ബൈനറി കാണും. അതായത് രണ്ടെണ്ണം പരസ്പരം കറങ്ങുന്നുണ്ടാവും.
3 അടങ്ങുന്നവയുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ 3 സ്റ്റാറുകളുടെ ഒരു സിസ്റ്റമാണ് പ്രോക്സിമ സെഞ്ച്വറി സിസ്റ്റം, ആൽഫ സെഞ്ച്വറി സിസ്റ്റം എന്ന് പറയുന്നത്. ആൽഫ സെഞ്ച്വറി സിസ്റ്റം. ഇതിൽ 3 സ്റ്റാറുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരു സ്റ്റാറിന്റെ പേരാണ് ആൽഫ സെഞ്ച്വറി എ, രണ്ടാമത്തെ സ്റ്റാറാണ് ആൽഫ സെഞ്ച്വറി ബി, ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രോക്സിമ സെഞ്ച്വറി. ആൽഫ സെഞ്ച്വറി എ, ആൽഫ സെഞ്ച്വറി ബി ആൻഡ് പ്രോക്സിമ സെഞ്ച്വറി എന്ന് പറയുന്ന ആൽഫ സെഞ്ച്വറി സിസ്റ്റം ഉണ്ട്. അതിൽ തന്നെ 3 ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും, അതിൽ ഒരെണ്ണമായിരിക്കും ഭൂമിയോട് ചേർന്നിരിക്കുന്നത്. അതിലെ ചെറിയ നക്ഷത്രമായ പ്രോക്സിമ സെഞ്ച്വറിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഭൂമിയോട് ചേർന്നിരിക്കുന്നത്. ഇപ്പൊ വേറൊന്നുമല്ല, ഇപ്പം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എടുക്കുകയാണ് നമ്മൾ പ്രോക്സിമ സെഞ്ച്വറി കാണിച്ചല്ലോ. ഇതിനോടൊപ്പം തന്നെ എന്താണ്, ഇവിടെ ഒരു ആൽഫ സെഞ്ച്വറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വലുതാണ്. ഇവിടെ ഒരു ആൽഫ സെഞ്ച്വറി ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. എന്നാൽ ഇവ രണ്ടും നിൽക്കുന്നത് ഒരു 4.3 ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ്. എന്നാൽ പ്രോക്സിമ സെഞ്ച്വറി കുറച്ചുകൂടി അടുത്താണ്, 4.22 ലൈറ്റ് ഇയേഴ്സേ ഉള്ളൂ. അപ്പം 4 വർഷം പ്രകാശം, 4.25 വർഷം, ക്ലോസ് ടു 4.25 വർഷം പ്രകാശം സഞ്ചരിച്ചാൽ മാത്രമേ പ്രകാശത്തിന് അവിടെ ഉയർത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ച്വറിയിൽ നിന്നും ഒരു പ്രകാശം, അതിന്റെ ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 4.25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഭൂമിയിലുള്ള നമുക്കത് കാണാൻ സാധിക്കുക. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ നിന്ന് പ്രോക്സിമ സെഞ്ച്വറിയെ ഒബ്സർവ് ചെയ്താൽ 4 വർഷം മുമ്പുള്ള ലൈറ്റ് ആണ് നമ്മളുടെ കണ്ണിൽ പതിച്ചത്. അതായത് 4 വർഷം മുമ്പുള്ള പ്രോക്സിമ സെഞ്ച്വറിയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ആ നക്ഷത്രം അവിടെ ഇല്ല, അത് വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് പഴയ ലൈറ്റ് ആയതുകൊണ്ട് ആ പഴയ നക്ഷത്രത്തിന്റെ ആ അന്നത്തെ പൊസിഷൻ മാത്രമായിരിക്കും കാണുന്നത്. ഇത് ആരുടെ കാര്യമാണ്? ഭൂമിയോട് ഏറ്റവും ക്ലോസറായി നിൽക്കുന്ന ഒരു സ്റ്റാറിന്റെ കാര്യമാണ്. ഇതിനേക്കാൾ നമ്മൾ ആകാശത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്ര സ്റ്റാറുകളുണ്ട്. അവയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ദൂരത്തിലായിരിക്കും ഉള്ളത്. അപ്പോൾ അവയൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അതിന്റെയൊക്കെ ലൈറ്റ് നമ്മളിലേക്ക് വന്ന് പതിച്ചത് തന്നെ എത്രയോ വർഷം, എന്തായാലും 4 കുറഞ്ഞതല്ലല്ലോ, 4 കൂടുതലാണ് മറ്റു സ്റ്റാറുകളെല്ലാം. അതുകൊണ്ട് തന്നെ 8 or 10 നമ്മളുടെ ഒരു ജീവിത കാലഘട്ടത്തിന് എടുക്കാൻ പറ്റുന്നതോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ അവയൊന്നും ഇപ്പൊ അതിന്റെ ഒറിജിനൽ പൊസിഷൻ അല്ല അതൊന്നും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. So this is actually the nearest star to our sun, which is Proxima Centauri. Now, യൂണിറ്റുകൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു യൂണിറ്റ് കൂടി വരുന്നുണ്ട്, പാഴ്സെക് എന്നാണ് ആ യൂണിറ്റ്. ആ പാഴ്സെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. സോ വി ഹാവ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 150 മില്യൺ കിലോമീറ്റർ, ദെൻ ലൈറ്റ് ഒരു വർഷം ട്രാവൽ ചെയ്യുന്ന ദൂരം, then parsec is actually 3.26 light years. It is also used to measure distance between two galaxies. 2 ഗാലക്സികളുടെ ഇടയിലുള്ള ദൂരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പാഴ്സെക് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. പാഴ്സെക്കിലേക്കൊന്നും ചോദ്യം പോകാൻ സാധ്യതയില്ല, ലൈറ്റ് ഇയർ എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈറ്റ് ഇയർ എന്ന് പറയുന്ന സംഗതി മനസ്സിലാക്കുന്നത് ചില ചോദ്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അതായത് എക്സാമിന് നമുക്ക് ലൈറ്റ് ഇയർ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം വന്നാൽ അത് മനസ്സിലാക്കണ്ടേ. അപ്പൊ ആ രീതിയിലും യൂസ്ഫുൾ ആയിരിക്കും. ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Now moving on to the next topic, gravity. So can someone define what's gravity? Gravity എന്താണെന്ന് പറയാമോ? It is the force exerted by the earth on an object which is present. Force exerted by earth on an object, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ കേട്ടില്ലായിരുന്നു, ഉറപ്പൊന്നും ഇല്ലായിരുന്നു, വെറുതെ പറഞ്ഞല്ലേ. Yes, sir. So gravity എന്ന് പറയുമ്പോൾ it's a universal force attracting two objects with mass towards each other. More precise. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഗ്രാവിറ്റി എന്താണെന്നുള്ളത് പറയാം. നമ്മൾ ജോഗ്രഫിയുടെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തില് 2 ഒബ്ജക്റ്റുകൾ, മാസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉള്ള ഏതൊരു വസ്തുവിനും തൊട്ടടുത്തൊരു വസ്തുവിലെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഒരു ഫോഴ്സ് ആണ് ആക്ച്വലി ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് ഭൂമിക്ക് മാത്രമല്ല, എനിക്ക് നിങ്ങൾക്കും അടക്കം ഗ്രാവിറ്റി ഉണ്ടാവും. അത് അതിൻ്റെതായ സ്കെയിലിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻ അപ്പാരന്റ് ഫോഴ്സ്. അതായത് ഒരു റിയൽ ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. ന്യൂട്ടന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഗ്രാവിറ്റിയുടെ എക്സ്പ്ലനേഷൻസും ഇക്വേഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഐൻസ്റ്റീന്റെ ഒക്കെ ഒരു തേജസ് മുമ്പ് ഇവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട്. അതായത് ലൈക്ക് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാസ് and inversely proportional to the square of distance between them. gmm by r square എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത്.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ ഭൂമിയുടെയും സൂര്യന്റെയും ഒക്കെ ഗ്രാവിറ്റി കാര്യങ്ങളും ഒക്കെ ഫിസിക്സിലൊക്കെ പഠിക്കുമ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഗ്രാവിറ്റേഷണൽ ഇക്വേഷനും കോൺസ്റ്റന്റും ഒക്കെ അവിടെ വരുന്നുണ്ട്. നിലവിലത്തെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഇതൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. KEസിന് അത് വരത്തില്ല. കാരണം ഫിസിക്സ് എന്ന് പറയുന്ന എടുത്തൊരു ടോപ്പിക് ഇല്ല. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിക്സ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിന്റെ അണ്ടറിൽ 1 or 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. തേജസ് ഓർമ്മ കാര്യങ്ങളൊക്കെ നല്ലതാണ്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇനി ഗ്രാവിറ്റിയെ ഞാൻ ആകത്തുകയായിട്ട് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തത് അടക്കമൊന്നും പറഞ്ഞ് മെൻഷൻ ചെയ്യാം. കാരണം നിങ്ങൾ ആ ഒരു ആംഗിളിൽ കേട്ടിട്ടുണ്ടാവത്തില്ല. നമുക്ക് ആ ഒരു കഥ പോലെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിന്റെ പിന്നിലുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. ഇതുവരെ ആർക്കും മനസ്സിലായവരുണ്ടാവും, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ഒരു ജഗപുകയാണത്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ പ്രപഞ്ചത്തിലുണ്ട് എങ്കിൽ, അതിന് മാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയ്ക്കൊരു ഗ്രാവിറ്റി, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് ഗ്രാവിറ്റി. സോ ഗ്രാവിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് മാസ് ഓർ ഡെൻസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ മാസ് ഉള്ള വസ്തുക്കൾ പരസ്പരം കാണിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണത്. അപ്പോൾ ഭൂമി അതിന്റെ ഉള്ളിലേക്ക്, സെന്റർ ഓഫ് അട്രാക്ഷൻ അതിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടേക്കായിട്ട് ഒരു ഒബ്ജക്റ്റിനെ പുള്ളി ചെയ്ത് നിർത്തുന്നുണ്ട് എങ്കിൽ, അതായത് മുകളിലേക്ക് പോകുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ആപ്പിൾ മുകളിൽ നിന്ന് താഴേക്കായിട്ട് വീണത് അത് താഴേക്കായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്ന കാരണത്താലായിട്ടാണ് ന്യൂട്ടൺ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് താഴേക്ക്, അല്ലെ നമ്മളെയൊക്കെ ഭൂമിയുടെ സർഫസിൽ പിടിച്ചു നിർത്തുന്ന ആ ഗ്രാവിറ്റി ഫോഴ്സിനെ നമുക്ക് വി ക്യാൻ ഓപ്പോസിറ്റ് വിത്ത് അവർ മസിൽ ഫോഴ്സ്. നമ്മുടെ മസിൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും, എടുത്ത് ഉയർത്താൻ പറ്റും. സോ ലൈക്ക് എന്താണ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയാണ് ഗ്രാവിറ്റി ഒരു അപ്പാരന്റ് ഫോഴ്സ് ആണെന്ന് ഞാൻ പറയാനുള്ള റീസൺ. കാരണം ഇതെന്താണ്, നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ആണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട് താനും. അതായത് ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് അത് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ ഗ്രാവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് മറ്റൊരു രീതിയിലാണ്. അതായത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. അതായത് നമ്മളുടെ പ്രപഞ്ചം എന്ന് പറയുന്നതിന് ഐൻസ്റ്റീൻ വ്യൂ ചെയ്തത് മറ്റൊരു രീതിയിലായിരുന്നു. അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പ്ലാനറ്റുകളും സ്റ്റാറുകളും ഗാലക്സികളും ഇരിക്കുന്നു എന്നുള്ളതല്ല ഐൻസ്റ്റീൻ അസ്യൂം ചെയ്തത്. അദ്ദേഹം ഇമാജിൻ ചെയ്തത് എവറിത്തിങ് ഈസ് ആക്ച്വലി എക്സിസ്റ്റിംഗ് വിത്തിൻ എ റിലം നോൺ ആസ് സ്പേസ് ടൈം ഫാബ്രിക്. സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ശൂന്യതയിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് ഇൻ ദാറ്റ് സ്പേസ് ടൈം ഫാബ്രിക്. അദ്ദേഹം സ്പേസ് ടൈം എന്നുകൊണ്ട് കോയിൻ ചെയ്തതിന്റെ ഉദ്ദേശം സ്പേസിൽ വരുത്തുന്ന മാറ്റങ്ങൾ സമയത്തിലും ഉണ്ടാവുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ ഇന്റർസ്റ്റെല്ലാർ മൂവി ആരെങ്കിലും കണ്ടായിരുന്നോ? ഇപ്പം അതിന്റെ സമയമാണ്. റീ റിലീസ് ഒക്കെ ചെയ്ത് കിളി പോയിരിക്കുമായിരുന്നു എല്ലാവരും. കണ്ടായിരുന്നു ഇന്റർസ്റ്റെല്ലാർ? കണ്ടായിരുന്നു. ഇന്റർസ്റ്റെല്ലാറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കിളി പോവാറുണ്ട്. ആ പോകുന്ന കിളികളിൽ ഒരെണ്ണം പോകുന്നത് വലിയൊരു ബ്ലാക്ക് ഹോളിനടുത്തേക്കും അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രത്തിലേക്കും, അതായത് വളരെയധികം മാസമുള്ള ഒരു വസ്തുവിന്റെ അടുത്തേക്ക് ഈ നായകനും സംഘവും പോകുന്ന ഒരു സമയത്ത് അവരുടെ സ്പേസ് ഷിപ്പിൽ ഒരാളിനെ നിർത്തിയിട്ട് ഈ പറയുന്ന പ്ലാനറ്റിലേക്ക് പോകും. അപ്പോൾ അവർ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് റിപ്പിൾ ഇഫക്ട്, ഗ്രാവിറ്റി, ബെൻഡ് സ്പേസ് ആൻഡ് ടൈം. യെസ്, ഓഫ് കോഴ്സ്. ഈ സ്ഥലത്തേക്ക് പോകുമ്പം ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആ സ്ഥലം, സ്പേസ് ടൈം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ചില കർവേച്ചറുകൾ ഉണ്ടാക്കുകയും ചേഞ്ചസ് ഉണ്ടാക്കുക, അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി, ഉണ്ടാക്കുന്നു. അത് കാരണം അവിടെ ഒരാളിന് അനുഭവപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് അവിടെ പോകുമ്പോൾ അയാളൊക്കെയാണ് എന്താണ്, അയാൾക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് അയാൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾക്ക് അവിടെ അനുഭവിക്കുമ്പോൾ അയാൾക്ക് പോകുന്ന സമയവും അയാളുടെ ക്ലോക്കിന്റെ വേഗതയും, ഞാൻ ഈ പറഞ്ഞ സ്പേസ് ഷിപ്പിൽ ഒരാളെ നിർത്തിയിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, നോർമൽ ആയിട്ടുള്ള സ്പേസ് ഏരിയയിൽ അവിടെ നിന്ന് ആളിന്റെ സമയവും എന്ന് പറയുന്നത്, അതായത് അയാളും 7 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇയാളും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവരുടെ 7 മിനിറ്റ് ഇയാളുടെ വർഷങ്ങളാണ് കടന്നുപോയത്. ലൈക്ക് 10 to 20 years, അല്ലെങ്കിൽ സിനിമയിലെ കണക്ക് ഞാൻ പറയുന്നില്ല, കുറച്ചധികം വർഷങ്ങളാണ് കടന്നുപോയത്. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഗ്രാവിറ്റി കൂടുതലായത് കാരണത്താലായിട്ട് അവിടെ സ്പേസിന് ചേഞ്ചസ് ഉണ്ടാവുകയും ആ സ്പേസിന് ചേഞ്ചസ് ഉണ്ടായത് അയാൾക്ക് അനുഭവപ്പെടുന്ന സമയത്തെ കൂടി അത് ബാധിക്കുന്നു. അക്കാരണത്താലായിട്ട് എന്താണ് സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫാബ്രിക്, സ്പേസ് ടൈം എന്ന് പറഞ്ഞ ഒറ്റ ടേമാണ് അദ്ദേഹം ഇതിനു വേണ്ടി കോയിൻ ചെയ്തത്. അപ്പൊ അതാണ് സ്പേസ് ടൈം എന്ന് നമ്മൾ എപ്പോഴും പറയണോ എന്നുള്ളതിന്റെ റീസൺ ഞാൻ പറഞ്ഞു വന്നതാണ്. സോ സിമ്പിൾ, ഗ്രാവിറ്റി എവിടെയുണ്ടോ അവിടെ സമയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, കാരണം സ്പേസിന് ചേഞ്ചസ് ഉണ്ടാവുന്നു, സ്പേസ് ടൈമിനുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ളത്. ഇനി ഈ സ്പേസ് ടൈം ഫാബ്രിക്കിനെ നമുക്ക് അസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുന്ന മെത്തയില്ലേ, നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന മെത്ത, അത്യാവശ്യം കട്ടിയുള്ള ഒരു മെത്തയെ നമ്മളുടെ എൻറ്റയർ യൂണിവേഴ്സിന്റെ ഒരു സ്പേസ് ടൈം ഫാബ്രിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് മുകളിലേക്ക് നമ്മൾ വെയിറ്റ് ഉള്ള ഒരു വസ്തു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആ സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ മെത്തയ്ക്ക് ഒരു കുഴി, ആ ഒരു വസ്തു ഇരുന്ന ഭാഗത്ത് എന്താണ് ഒരു ഡിപ്രഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഈ രീതിയിലാണ് പ്രപഞ്ചത്തിൽ വെയിറ്റ് മാസ് ഉള്ള വസ്തുക്കൾ ഇരിക്കുമ്പോൾ സ്പേസ് ടൈമിനും കർവേച്ചറൽ ബെൻഡിങ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഇനി അതിന്റെ ഒരു ഇമേജസും കുറച്ച് വീഡിയോസും ഒക്കെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതൊരു കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതൊരു 2D മുകളിൽ നിന്ന് നോക്കുമ്പോൾ 2D ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ സൂര്യൻ വന്നപ്പോൾ ഉണ്ടായ കർവേച്ചർ, ഭൂമിക്ക് അത്ര മാസ് ഇല്ല, അപ്പോൾ അല്ലെങ്കിൽ അത്ര ഡെൻസിറ്റി ഇല്ല, അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് സ്പേസിൽ ഉണ്ടായത്. അപ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്പേസിന് കർവേച്ചർ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുക. അഗെയിൻ മറ്റൊരു ഇമേജ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുവഴി എങ്ങനെ ഞാൻ ഗ്രാവിറ്റി എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് സിംപ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് അനദർ ഇമേജ്. അഗെയിൻ എന്താണ് സ്പേസ് ടൈമിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാർജർ ഈസ് ദ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ ലാർജർ ഈസ് ദ കർവേച്ചർ, വിച്ച് മീൻസ് ലാർജർ ഈസ് ദ ഗ്രാവിറ്റി ഹിയർ. ഇപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, അഗെയിൻ ഇതാണ് അത്തരത്തിലുള്ള ഒരു ഏരിയയിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന അവസ്ഥ. അപ്പൊ വേറൊന്നുമല്ല, നിങ്ങൾ ആദ്യത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇത്തരം സ്പേസ് ടൈം ഫാബ്രിക്കിലാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള സ്പേസ് ടൈമിലേക്ക് വന്നാൽ അത് അതിലൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ നിർബന്ധിതനായി വരും. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ആൻ ഒബ്ജക്ട്, ഈ ഒബ്ജക്റ്റിന്റെ ഒരു ഏരിയ ഓഫ് ഫീൽഡ് ഇതാണ്. അപ്പൊ ഈ ഇത്രയും ഏരിയയിൽ എന്താണ് സ്പേസ് ടൈമിന് ഒരു ബെൻഡ് അത് ഉണ്ടാക്കുന്നുണ്ട്. 2D കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതുവഴി കടന്നു വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഏരിയയ്ക്ക് അകത്തോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ടാകും. കാരണം എന്താണ്, സ്പേസ് ടൈം എന്ന് പറയുന്നത് അവിടെ കർവ്ഡ് ആണ്. അപ്പൊ അതിന് ഇതിന്റെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറയും. വിച്ച് മീൻസ് എന്താണ്, ഇത് ഈ ഒരു വസ്തുവിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. 2D ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. അതിന്റെ സെന്ററിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അതിന് വരുന്നു. ബിക്കോസ് ആ വലിയ വസ്തു അതിനെ അട്രാക്ട് ചെയ്തത് കൊണ്ടല്ല, ആ വലിയ വസ്തു ഇരുന്ന സ്ഥലം കർവ്ഡ് ആയി പോയത് കൊണ്ട്, ആ സ്ഥലത്തിലുണ്ടാക്കിയ വ്യത്യാസമാണ്. സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ടൈം സ്ഥലമായിട്ട് എടുക്കല്ലേ, സ്പേസ് ടൈം ഫാബ്രിക് എന്നുള്ള അർത്ഥത്തില് അതിനുണ്ടാക്കിയ കർവേച്ചർ കാരണത്താലായിട്ട് അത് അതിലേക്ക് പോകാൻ, ആ ഒരു ഏരിയയിലൂടെ തന്നെ നിൽക്കാൻ നിർബന്ധിതനാവുന്നതാണ്. ഈ വലിയ വസ്തു യഥാർത്ഥത്തിൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് വലിക്കുന്നതൊന്നുമല്ല, അത് ഇരിക്കുന്ന സ്ഥലം കർവ്ഡ് ആക്കിയത് കാരണത്താലായിട്ട് ഇങ്ങനെ നിർബന്ധിതനാവുന്നതാണ്. ബട്ട് ദിസ് ഒബ്ജക്ട് ഈസ് ഹാവിങ് എ മോഷൻ. ഈ ഒബ്ജക്റ്റിന് ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതെന്താണ്, ഒരു കർവേച്ചറിലേക്ക്, ഒരു റൊട്ടേഷണൽ രീതിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുകയും റൊട്ടേഷണൽ കമ്പണന്റ്, അതായത് ഒരു വസ്തു ചുറ്റിനും കിടന്ന് കറങ്ങുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കടന്നു വരും അല്ലെ. നമ്മുടെ ഫാനിനകത്ത്, നമ്മളെ പണ്ട് ഫാനിന്റെ ലീഫിനകത്തൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് ഫാൻ ഓൺ ആക്കുമ്പോൾ പുറത്തേക്കായിട്ട് ടാൻജൻഷ്യൽ ഡയറക്ഷനിലേക്കായിട്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻജൻഷ്യൽ ഡയറക്ഷനിലേക്കായിട്ട് ആ ഒബ്ജക്റ്റ് പോകാറുണ്ടായിരുന്നു. എന്നതുപോലെ ഇപ്പൊ ഈ സെന്ററിലുള്ള ലാർജ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സ്മോളർ ഒബ്ജക്റ്റ് ഇതിലേക്ക് വരുന്നു, അതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഗ്രാജുവലി എന്താണ്, അത് ഉള്ളിലേക്ക് പുള്ള് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ റൊട്ടേഷണൽ വെലോസിറ്റി അതിനെ ബാലൻസ് ചെയ്ത് പുറത്തേക്കായിട്ട് കൊണ്ടുപോകാനും നോക്കും. അപ്പൊ ഇവ തമ്മിലുള്ള ബാലൻസ് അറ്റൈൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഓർബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആ വസ്തുവിന് ചുറ്റും കിടന്ന് കറങ്ങും. ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പുള്ളാവും, റൊട്ടേഷണൽ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഇതിന്റെ ഒരു ബാലൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ഓർബിറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഓർബിറ്റിൽ കിടന്നിട്ട് ഈ ഒബ്ജക്റ്റ് കിടന്ന് റിവോൾവ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു 3D എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് സ്പേസ് ടൈം ഫാബ്രിക്കിനെ 3 ഡയമെൻഷനിൽ എങ്ങനെയാണ് കർവേച്ചർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആ കളർ ചേഞ്ച് കാണിക്കുന്നില്ല, ഗ്രീൻ കളർ ചേഞ്ച് കാണിക്കുന്ന ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്ന് പെട്ടാൽ അതിന് ചുറ്റും കടന്ന് കറങ്ങേണ്ടതായിട്ട് വരും. ആ ഒരു ഗ്രാവിറ്റി ഫീൽഡിനകത്തേക്ക് അത് ഇൻക്ലൂഡഡ് ആവുന്നു. ദെൻ അവിടെ നിന്നത് റിവോൾവ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുന്നത്. ഒരു ധാരണ കിട്ടിയോ ഗ്രാവിറ്റിയുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്? അതായത് ആ ഇരുന്ന ഒബ്ജക്റ്റ് പുറത്തേക്ക് ആരെയും പിടിച്ചു നിർത്തുന്നതല്ല, അത് ഇരിക്കുന്ന കാരണത്താലായിട്ട് സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന വാർപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാർപ്പിംഗ് ആണ് മറ്റ് ഒബ്ജക്റ്റുകളെ അതിലേക്ക് ചേർത്ത് നിർത്താൻ കാരണമാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അപ്പാരന്റ് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ല, സ്പേസ് ടൈമിലെ ചേഞ്ചസ് ആണ് അതിനെ അങ്ങനെ ആക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി, കൂടുതലായിട്ട് പോകണമെന്നില്ല. പിന്നെ ഇത് പറയുമ്പം ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി പറയണം എന്ന് തോന്നി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഇവിടെ 2 രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അതിലാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പേസ് ബെൻഡ് ആണെങ്കിൽ ആ ബെൻഡഡ് ആയിട്ടുള്ള റീജിയണിലൂടെ ലൈറ്റ് പോലും ട്രാവൽ ചെയ്യത്തുള്ളൂ. കാരണം ആ സ്പേസ് ടൈമിലൂടെയാണ് എല്ലാ വസ്തുക്കളും എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിലാണ് എല്ലാ വസ്തുക്കളും എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇഫ് ഇറ്റ് ഈസ് bended, which means a light will also travel through that region in a bended way. ബെൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും ലൈറ്റും ട്രാവൽ ചെയ്യുക.
അപ്പൊ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ റീജിയൻ എന്ന് പറയുന്നത് വളരെ മാസമുള്ള ഗ്രാവിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതൊരു ഗാലക്സി ആവാം, ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ആവാം, ഒരു വലിയ നക്ഷത്രമാവാം, എന്തുമാവാം. അപ്പൊ ഈ റീജിയൻ കർവ്ഡ് ആകുന്നു. ഇതിന് പുറകിൽ നിന്നും ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ നിൽക്കുന്ന നമ്മളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സെന്റർ റീജിയനിലുള്ള ലാർജ് ക്ലസ്റ്റർ ഇൻഫ്ലുവൻസ്, അതിന്റെ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് കാരണം പല ഭാഗത്തു കൂടിയായിട്ട് ബെൻഡഡ് ആയിട്ടായിരിക്കും ലൈറ്റ് നമ്മളിലേക്ക് വന്ന് പതിക്കുക. അതാണ് രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. ഒരേ സോഴ്സിൽ നിന്നും ലൈറ്റ് വന്ന് പതിക്കുന്നത് പല ആംഗിളിൽ അല്ലെങ്കിൽ പല ഡയറക്ഷനിൽ എന്ന രീതിയിലായിരിക്കും വരുന്നത്. കാരണം പലയിടത്തു കൂടെ ആയിട്ട് അത് ബെൻഡ് ചെയ്യുന്നത്. 3 ഡയമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു കൂടിയുമായിട്ടുള്ള ലൈറ്റ് സോഴ്സ് വന്നിട്ട് ഈ പറയുന്ന ഈ നമ്മളുടെ ഏതാണ് ഒബ്സർവർ ആ ഭാഗത്ത് വന്ന് പതിക്കുന്നു. അപ്പൊ ഒബ്സർവറിന്റെ വിചാരം എന്താണെന്ന് അറിയാവോ? ഈ ലൈറ്റ് ഇതാ ഇവിടെ നിന്ന് വരുന്നു, അതേപോലെ ഇവിടെ നിന്ന് വരുന്നു. രണ്ടാമത്തെ ഇമേജ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് വരുന്നു, അപ്പൊ ഈ പോയിന്റിൽ നിന്ന് വരുന്നു, ഈ പോയിന്റിൽ നിന്ന് വരുന്നു, ഈ പോയിന്റിൽ നിന്ന് വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു അത് വന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടെ ഒറിജിനൽ സോഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടി എന്താണ് പ്രകാശം കൂടുതലുള്ളവയായിരിക്കും. അതിന്റെ ഒരു ഡിപ്പെൻസ്, അതിന്റെ ഒരു നേച്ചറൊക്കെ അങ്ങനെ അങ്ങ് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അപ്പോൾ എന്താണ്, ഒരേ ഒബ്ജക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് പ്രപഞ്ചത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ കാണാൻ കഴിയും. കാരണം ഇതിന്റെ ഇടയ്ക്കായിട്ട് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ഹയർ ഗ്രാവിറ്റി ഉള്ള ഒരു വസ്തു, പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ഹോൾ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വലിയ നക്ഷത്രങ്ങൾ അവയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ട് ഉള്ളിലേക്ക് കൊളാപ്സ് ആവുകയും ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും അത് അട്രാക്ട് ചെയ്തിട്ട് ഒന്നിനെയും അത് പുറത്തേക്ക് വിടത്തില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെയും അത് പുറത്തേക്ക് വിടത്തില്ല, അല്ലെങ്കിൽ ഈവൻ ലൈറ്റിനെ പോലും അത് പുറത്തേക്ക് വിടത്തില്ല. അപ്പൊ അത്രയും ഹ്യൂജ് മാസ് ആൻഡ് ഹ്യൂജ് ഗ്രാവിറ്റി ഉള്ള ഒരു ഡാർക്ക് കളർഡ്, ലൈറ്റ് പുറത്തോട്ട് വരാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ഡാർക്ക് കളർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അക്കാരണത്താലായിട്ടാണ് അതിനെ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം ബ്ലാക്ക് ഹോളുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പലയിടത്തു നിന്നായിട്ട് വരുന്നതായിട്ട് തോന്നും. അതായത് ഒരേ ഒബ്ജക്റ്റിനെ തന്നെ പലയിടത്ത് കാണുന്നത് പോലെയും ഇതിന്റെ പ്രകാശമൊക്കെ എൻഹാൻസ്ഡ് ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ലെൻസ്. ഗ്രാവിറ്റി കാരണത്താലായിട്ട് ഒരു ലെൻസ് പോലെ ബിഹേവ് ചെയ്യുന്നു. ഇറ്റ്സ് കോൾഡ് ആസ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സിലബസിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല, പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രാവിറ്റി. നൗ മൂവിങ് ടുവേർഡ്സ് നെക്സ്റ്റ്. മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും സാറ്റലൈറ്റ്സിനെയും ഒക്കെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പ്ലാനറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാർ ആൻഡ് എ പ്ലാനറ്റ്? ഒരു സ്റ്റാറും പ്ലാനറ്റും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണ്? Star light അവർക്ക് they have the own capacity to produce it. Yes. പ്ലാനറ്റിന് അത് ഉണ്ടാവില്ല. Yes. ഉണ്ടാവില്ല. അതെ. ഉറപ്പാണോ? അതെ. Okay. Tejas. So star has the ability to emit and produce light in the presence of activities like fission and fusion. Okay. Nuclear fusion. Fission അല്ല, ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണത്താലായിട്ട്, കാരണം അവിടെ നിൽക്കട്ടെ, നമ്മൾ സ്റ്റാറിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദേ ആർ ഒബ്ജെക്ട്സ്, ദേ ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ എനർജി ആൻഡ് ഇറ്റ് വിൽ ബി എമിറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഹീറ്റായിട്ടും ലൈറ്റായിട്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന, അങ്ങനെ സ്വന്തമായി പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യാൻ. യെസ് അതിൽ സ്റ്റാർ പ്രൊഡ്യൂസസ് ലൈറ്റ്, പ്ലാനറ്റ് റിഫ്ലെക്ട്സ് ലൈറ്റ്. യെസ് ഓഫ് കോഴ്സ്. പ്ലാനറ്റുകൾ എന്ന് പോയി സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ തെറ്റിക്കാമെന്ന്. സ്റ്റാർ എന്ന് പറയുന്നത് സ്വന്തമായി പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടും ഹീറ്റ് ആയിട്ടും ആയിരിക്കും. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഫിനോമിനൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. സോ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ് പ്രപഞ്ചത്തിലെ അബണ്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് ഹൈഡ്രജൻ ഫ്യൂവൽ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാക്കുകയും, അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്റ്റാറിലെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന എലമെന്റും ഇത് തന്നെയായിരിക്കും. ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും അങ്ങനെ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റാറിന്റെ പ്രത്യേകത. പ്ലാനറ്റ്സിന് ഹൈഡ്രജനും ഹീലിയോ, ഇപ്പൊ ജൂപ്പിറ്ററിന്റെ ഒക്കെ കേസ് എടുത്താൽ ഹൈഡ്രജനും ഹീലിയോ ആണ് അതിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ്. എന്നിരുന്നാലും എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല.
അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് വേറൊന്നുമല്ല, കുറച്ചുകൂടി മാസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് പ്രഷർ കുറച്ചുകൂടി കിട്ടിയേനെ. അപ്പൊ ഏറ്റവും ഉള്ളിൽ എന്താണ് ഫ്യൂഷൻ നടക്കാനുള്ള, പുഷ് ചെയ്ത് ഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായേനെ. ഇപ്പോഴത്തെ ജൂപ്പിറ്ററിന്റെ ഒരു 80 ഇരട്ടിക്ക് അടുത്ത് സൈസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ ബിഹേവ് ലൈക്ക് എ സൺ, ഒരു സണ്ണിനെ പോലെ, ഒരു സ്റ്റാറിനെ പോലെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ അതിനും കഴിഞ്ഞേനെ എന്നാണ് സയന്റിസ്റ്റുകൾ കരുതപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് അത്രയും സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഇതാണ് സ്റ്റാർ. ഇനി നമ്മൾ പ്ലാനറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൈസ് കുറഞ്ഞവയല്ലേ അവ. അപ്പൊ സ്റ്റാറിനായിരിക്കും എന്തായാലും ഇതെന്ന് പറയുന്നത് ഡെൻസിറ്റി മീൻസ് ഗ്രാവിറ്റി കൂടുതലുള്ള, അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കറങ്ങുന്ന അതിലും ചെറിയ പ്ലാനറ്റ്, അതിലും ചെറിയ ഒബ്ജക്റ്റ് ഡു നോട്ട് പ്രൊഡ്യൂസസ് ലൈറ്റ്. റാദർ ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റുകളെ കാണുന്നത്. ഇതാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടീഷൻസ് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്റ്റാർ കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് ഒബ്ജക്ട്സ് ആണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സിന് ആവശ്യത്തിന് സൈസ് ഉണ്ടാകുമ്പോൾ അത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അതിന്റെ കണ്ടീഷൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റാറിന് ഒരു പ്ലാനറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു പ്ലാനറ്റിന് അതിനെ ചുറ്റിക്കൊണ്ട് കറങ്ങുന്ന ചെറിയ ഒബ്ജക്റ്റുകളുണ്ട്, ചെറുതും വലുതുമുണ്ട്. അത് സ്ഫെറിക്കൽ ആവാം, ഇറഗുലർ ഷേപ്പ് ആവാം. അവയെ നമ്മൾ സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. ഇതിന്റെ സൈസ് ചെറുതുമാവാം വലുതുമാവാം. കാരണം നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ മെർക്കുറിയേക്കാളും വലിയ സാറ്റലൈറ്റ് ജൂപ്പിറ്ററിന്റെ ഗാനിമെഡ് ആണ്. മെർക്കുറി അതിലും ചെറുതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ സൈസ് അല്ല അവിടുത്തെ ഫാക്ടർ ആയിട്ട് വരുന്നത്. സൂര്യന് ചുറ്റും കറങ്ങുക, സ്ഫെറിക്കൽ ഷേപ്പ് ആവുക, സ്വന്തമായ പാത്ത് ഉണ്ടാവുക, അതാണ് പ്ലാനറ്റ്. പ്ലാനറ്റിന് ചുറ്റും കറങ്ങുക, അതാണ് സാറ്റലൈറ്റ്. അതിന് സൈസ് കൂടാം കുറയാം. ഓഫ് കോഴ്സ് പ്ലാനറ്റിനെക്കാളും ആ ഒരു മദർ പ്ലാനറ്റിനേക്കാളും സൈസ് കുറവായിരിക്കും. എന്നാൽ മറ്റു പ്ലാനറ്റിനേക്കാളും സൈസ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ സൈസ് ഒരു ഫാക്ടർ അല്ല. പ്ലാനറ്റിന് ചുറ്റും കറങ്ങുക, ഉപഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, പിന്നെ ഏതാണ് മീറ്റിയോറോയിഡ്സ് എന്നൊക്കെ പറയുന്ന സംഗതികൾ. അത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സോളാർ സിസ്റ്റം സെഷൻ നമ്മൾ അത് പഠിക്കും എന്താണെന്നുള്ളത്. ഇത് ഇത്രയും അടങ്ങുകയും പ്ലസ് ഇതിനേക്കാളും കൂടുതൽ ഡസ്റ്റ്സ് ആൻഡ് ഗ്യാസസ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒബ്ജക്റ്റില്ല, ഇതൊക്കെ ഉണ്ടാവാനും ഇതിന്റെ ഇരട്ടി ഉണ്ടാവാനും സാധ്യതയുള്ള ഡസ്റ്റും ഗ്യാസസും മൈനർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളും ഒക്കെ അടങ്ങുന്നതാണ് നമ്മളുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. So that's about celestial bodies and solar system, other components like the star, planet and satellites etc. ഇനി 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുകയാണ്. അതിൽ ചിലയിടത്ത് ചില കാര്യങ്ങൾ അതായത് ഇമ്പോർട്ടന്റ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റലേഷൻ എന്നുള്ളതാണ്. ഇതൊന്ന് വായിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കോൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റലേഷനെ പറ്റിയിട്ട് ക്ലാസിക്സ് എൻസിആർടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം യു ക്യാൻ എക്സ്പെക്ട് മേ ബി എ ക്വസ്റ്റ്യൻ ഫ്രം ദെയർ. വളരെ വളരെ പോസിബിലിറ്റി കുറവാണ്. കോൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആദ്യ കാലഘട്ടത്തില് നാവിഗേഷന് വേണ്ടിയിട്ട് നക്ഷത്രങ്ങളുടെ പൊസിഷൻസും മറ്റുമായിരുന്നു, ഷിപ്പ് നാവിഗേഷൻ എക്സ്പെഷ്യലി. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആ നക്ഷത്രങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ പൊസിഷൻ നാളെ മറന്നു പോകും, കാരണം എല്ലാ നക്ഷത്രവും ഒരേപോലെ ഇരിക്കുകയല്ലേ. ഈ പൊസിഷൻ നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് ഹണ്ടർ, ലിയോൺ, ടാരസ്, ബുൾ, അങ്ങനെയൊക്കെ ഓരോരോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിലേക്ക് മറ്റേ പൂജ്യങ്ങളെല്ലാം കൂടെ ഡോട്ടുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇമേജ് വരയ്ക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റാർ ക്ലസ്റ്ററുകളെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ ആണ് കോൺസ്റ്റലേഷൻസ്. നമുക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ്, സ്റ്റാറുകൾക്ക് ഒരു ബന്ധവും കാണത്തില്ല, പരസ്പരം ഒരു ബന്ധം ഉണ്ടാകുന്നതല്ല അവരൊന്നും. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ അവയെല്ലാം അടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിളുകളും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഇൻ കേസ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അതിലെ ഒരു മേജർ കോൺസ്റ്റലേഷൻ ഗ്രൂപ്പാണ് ഉർസ മേജർ എന്ന് പറയുന്നത്. അതായത് ബിഗ് ബിയർ എന്ന് പറയുന്നതാണ്. അതിന്റെ ആ ഷേപ്പ് കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത്, തലയും കാലും വാലും ഒക്കെ ഉണ്ട് ബിഗ് ബിയർ എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് തന്നെ വരുന്ന ഒരു സബ് ക്ലസ്റ്റർ ഉണ്ട്, അതാണ് സപ്തഋഷി. നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 7 മുനിമാർ എന്നുള്ള അർത്ഥത്തിൽ സപ്തഋഷി നമ്മൾ നേരത്തെ ഇന്ത്യൻ മിത്തോളജിയിലൊക്കെ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതായിരുന്നു. ആ സപ്തഋഷിയിലെ 2 നക്ഷത്രവും ഉർസ മൈനർ എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റലേഷനിലെ ഒരു നക്ഷത്രത്തെ പോയിന്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എൻഡിലുള്ള ഒരു നക്ഷത്രം കാണാൻ പറ്റും. ഈ നക്ഷത്രത്തെ നമ്മൾ പൊളാരിസ് എന്നാണ് വിളിക്കുന്നത്. ഈ പൊളാരിസിന് ഒരു പ്രത്യേകതയുണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പൊളാരിസിന്റെ പ്രത്യേകത? പൊളാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്? ആ സ്റ്റാറിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൊളാരിസ് എന്ന് പറയുന്ന സ്റ്റാർ indicates North Pole. Polaris is actually the present pole star above the North Pole of Earth. Earthന്റെ North Pole. Yes, Tejas. സോ അതായത് പണ്ട് കാലത്ത് നാവിഗേറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്തിരുന്നതാണ്.
നാവിഗേറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റാർ ആണ് ഈ പൊളാരിസ് എന്ന് പറയുന്നത്. ഇനി ഈ പൊളാരിസിന്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ പോൾ സ്റ്റാർ. അതിന്റെ സ്ഥാനപ്പേര് പോൾ സ്റ്റാർ എന്നാണ്, അതിന്റെ വിളിപ്പേര് പൊളാരിസ് എന്നുമാണ്. അപ്പോൾ അതിന്റെ ഒറിജിനൽ നെയിം പൊളാരിസ് എന്നുമാണ്. അപ്പൊ ഈ പൊളാരിസ് മാത്രമല്ല പോൾ സ്റ്റാർ, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വേറൊന്നുമല്ല, ഭൂമിയുടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഭൂമിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, ഒരു ചരിവുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ്സ് 23.5 ഡിഗ്രി. അതല്ല, എന്നാലും ജനറലി നമ്മൾ എടുക്കുന്നത് 23.5 ഡിഗ്രി. ഭൂമി ഈ 23.5 ഡിഗ്രിയിൽ റൊട്ടേഷൻ, ഇറ്റ്സ് ഓൺ റൊട്ടേഷൻ ഉണ്ട്. ദെൻ എന്താണ്, സൂര്യന് ചുറ്റും അത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല. അതായത് ഈ ആംഗിളിൽ ഇരിക്കുന്ന ആ പൊസിഷൻ, ആംഗിൾ ചേഞ്ച് ആവുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, അത് ഇനി നമ്മൾ വരുന്നുണ്ട്. ഈ ആംഗിളിൽ ഇരിക്കുന്ന ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ല, റാദർ എന്താണ്, അത് ഇങ്ങനെ കൂടി ആടുന്നുണ്ട്. അതായത് പണ്ട് ആട്ടുകല്ലിട്ട് തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ പമ്പരമൊക്കെ കറങ്ങി അവസാനിക്കുമ്പോൾ ഒരു ആട്ടം ഉണ്ടല്ലോ, ആ ആട്ടം. ഇറ്റ്സ് കോൾഡ് വോബ്ലിംഗ് ഇഫക്റ്റ്. വോബ്ലിംഗ് ഇഫക്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഈ രീതിയിലുള്ള ഒരു ആട്ടം ഭൂമിക്കുണ്ട്. ഇങ്ങനെ നിന്ന് സ്വന്തമായി കറങ്ങുന്നു, സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുന്നു, അങ്ങനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ആട്ടത്തിനെയാണ് നമ്മൾ വോബ്ലിംഗ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ 2-3 മൂവ്മെന്റ് കൂടി ഭൂമിക്കുണ്ട്. അപ്പോൾ ഈ വോബ്ലിംഗ് ഇഫക്റ്റ് ഒരു അറൌണ്ട് 40,000 ഇയേഴ്സ് ആണെന്നാണ് തോന്നുന്നത് അതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കൃത്യം ഇയർ ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ ആ ഒരു സെഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ തിരിയുന്നതിനനുസരിച്ചിട്ട് ഈ പോളിന്റെ ഡയറക്ഷനും സ്വാഭാവികമായിട്ടും മാറുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പൊളാരിസിൽ ഇരിക്കുന്ന നമ്മളുടെ ഈ പോൾ സ്റ്റാറായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊളാരിസ് കുറച്ചധികം വർഷം കഴിയുമ്പോഴത്തേക്കും ഭൂമി അവിടെ നിന്ന് തന്നെ അടുത്തടുത്ത് പോകും. അപ്പൊ ഡെമബ് എന്ന് പറയുന്നതിലേക്ക് പോവാം, അത് കഴിഞ്ഞാൽ വെഗയിലേക്ക് പോകാം, അത് കഴിഞ്ഞാൽ ആൽഫ ട്രാക്കോണിസിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഈ സർക്കിളിനകത്തുമല്ല നിൽക്കുന്നത്. അതായത് കൃത്യം നമുക്ക് സ്റ്റാറുകളൊന്നും ഇതിൽ പ്ലേസ്ഡ് ഒന്നും അല്ല. നിയറസ്റ്റ് സ്റ്റാറിനെ നമ്മൾ അന്നത്തെ പോൾ സ്റ്റാർ ആയിട്ട്, ആ ഒരു കാലഘട്ടത്തിലെ പോൾ സ്റ്റാർ ആയിട്ട് എടുക്കും. നമ്മളുടെ ഈ ഒരു മനുഷ്യന്റെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പൊളാരിസ് ചേഞ്ച് ആവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് ഉണ്ടാക്കുന്ന കാലത്ത് പൊളാരിസ് ആയിരുന്നില്ല അവരുടെ പോൾ സ്റ്റാർ. പോൾ സ്റ്റാറിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരുടെ പോൾ സ്റ്റാർ ഇന്നത്തെ പൊളാരിസ് അല്ലായിരുന്നു. അവർ പോൾ സ്റ്റാർ ആയി കണ്ടിരുന്നത് മറ്റൊരു നക്ഷത്രത്തെ ആയിരുന്നു. അതിന്റെ പൊസിഷൻ ഒക്കെ വെച്ചിട്ടായിരുന്നു അവർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്തത്. 4000 വർഷത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും ചേഞ്ച് ആയി. ഇനി ഒരു 8000-10000 വർഷം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 4000-5000 വർഷം കഴിയുമ്പോൾ വീണ്ടും ചേഞ്ച് ആവും, ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ പൊളാരിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി കിടന്ന് കറങ്ങുമല്ലേ. ഭൂമി കിടന്ന് കറങ്ങുമ്പോൾ, ഭൂമി ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ഭൂമിക്ക് പുറത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും നമ്മൾ ഒരു സ്റ്റില്ലായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഒബ്സർവ് ചെയ്ത് അതിന്റെ ഒരു ഇമേജ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും തിരിച്ചു കറങ്ങുന്നതായിട്ട് തോന്നും. അതായത് ഭൂമി ഒരു ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ബാക്കിയെല്ലാം തിരിച്ചു മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. എക്സെപ്റ്റ് വൺ സ്റ്റാർ വിച്ച് ഈസ് എബോവ് ദ നോർത്ത് പോൾ. ആ ആക്സിസിന് നേരെ മുകളിൽ നിൽക്കുന്ന സ്റ്റാറിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല, പൊസിഷണൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ആ സ്റ്റാറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ലോകത്ത് എവിടെ പോയി നിന്നാലും നമുക്ക് പറയാൻ പറ്റും ആ സ്റ്റാർ നോർത്തേൺ ഡയറക്ഷൻ കാണിച്ചു തരുന്നുണ്ട്, അതാണ് നോർത്ത് സ്റ്റാർ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. ആ സ്റ്റാറിന് മൂവ്മെന്റിലായിരിക്കും. അപ്പോൾ അതാണ്, അതായത് 365 ദിവസവും ആ സ്റ്റാർ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകത്തോളൂ. അതാണ് പോൾ സ്റ്റാറിന്റെ പ്രത്യേകതയും. ഇതാണ് നിലവിലത്തെ പോൾ സ്റ്റാർ. എന്നാൽ ഈ പോൾ സ്റ്റാർ ഫിക്സ്ഡ് അല്ല, ചേഞ്ച് ആവുന്നു എന്നുള്ള കോൺസെപ്റ്റും. ആൻഡ് ദിസ് മൂവ്മെന്റ് ഈസ് കോൾഡ് വോബ്ലിംഗ് എഫക്ട്. ഇതിന് ഇതോടൊപ്പം തന്നെ വേറെയും കുറച്ച് മൂവ്മെന്റുകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കും. നൗ ഈ കോൺസ്റ്റലേഷൻസ് എല്ലാം നമ്മൾ സോഡിയാക് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് വായിച്ചു മാത്രം നോക്കിയാൽ മതി. ഭൂമിയും സൂര്യനും നിൽക്കുന്ന അതേ പ്ലെയിനിൽ വരുന്ന ഒരു 12ഓളം കോൺസ്റ്റലേഷൻസ് നമുക്കുണ്ട്. അതെല്ലാം കൂടെ ചെയ്തതാണ് സോഡിയാക് സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓരോ മാസത്തെ കണക്കാക്കി നാളുകളൊക്കെ വരുന്നതൊക്കെ ആ പൊസിഷൻസ് അനുസരിച്ചിട്ടൊക്കെയാണ്. ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ, കോൺസ്റ്റലേഷൻസ് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. So that's all about the basic understanding about celestial bodies. ഇനി നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള, ഇതുവരെയുള്ളത് ബേസ് ആയിരുന്നു, നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് സോളാർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് സോളാർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പം കുറേ തിയറികൾ ഉണ്ടായിരുന്നു. അത് NCERT ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തിയറികൾ എളുപ്പമാണ്. തിയറികൾ ഒരു 4-5 എണ്ണം പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സൂര്യൻ ഇവോൾവ് ആയി വന്നത്, എങ്ങനെയാണ് പ്ലാനറ്റ്സ് ഇവോൾവ് ആയി വന്നത്, ദെൻ സൂര്യന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്ലാനറ്റ്സുകളുടെ ജനറൽ പ്രത്യേകത. ഓരോന്നും പഴയ PSC ലെവലിൽ ഫാക്ച്വലായിട്ട് പഠിക്കുന്നില്ല, KAS എക്സാം ആണ്. എന്നിരുന്നാലും അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ അതോടൊപ്പം തന്നെ അതിന്റെ എക്സ്പ്ലോറേഷൻ മിഷൻസും ഒക്കെ നമ്മളൊന്ന് നോക്കി പോകും. അത് നമുക്ക് യൂസ്ഫുൾ ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലും.
പ്രധാനപ്പെട്ട ഫാക്ടുകളും മാത്രം ഒന്ന് നോക്കി പോകും. ദെൻ ഈ പ്ലാനറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ സാറ്റലൈറ്റ്സ്, അതിന്റെ നമ്പേഴ്സ് റീസെന്റ് ആയിട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. അത് വേണമെങ്കിൽ ഇനിയും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവിടെ ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ആസ്ട്രോയിഡ് കൊമറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. ദെൻ സോളാർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളും കൂടി ആകുമ്പോഴേക്കും സോളാർ സിസ്റ്റം കവേർഡ് ആക്കാൻ പറ്റും. അത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഹോപ്പ് ഇതൊരു ദിവസത്തെ സെഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ നാളെ വന്നിട്ട് വീണ്ടും നെക്സ്റ്റ് സെഷനിൽ വന്നിട്ട് ഞാൻ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. ഇന്ന് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്തില്ല, ഇങ്ങനെ പഠിക്കണം, അതൊരു ഓറിയന്റേഷൻ സെഷനിലേക്കൊന്നും പോകാൻ ആഗ്രഹിച്ചില്ല. ഓക്കെ, എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഇപ്പൊ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അടക്കം ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പോസിബിൾ വേ അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കൊരു 10 minutes ടൈം ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് PYQs ഒക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് KAS എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട A to Z, അങ്ങനെ തന്നെ ഞാൻ പറയും, A to Z നിങ്ങൾക്ക് പ്രിയാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും. അതും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ലൈക്ക് ഇന്നത്തെ ക്ലാസ് പോലെ ഇന്നലത്തെ ക്ലാസ്സസ് പോലെ ആയിരിക്കും പോകുന്നത്. ആദ്യത്തെ സെഷൻസ് ലൈവ് ആണെന്ന് പറഞ്ഞു. ഇനി റെക്കോർഡഡ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ റെക്കോർഡഡ് സെയിം സെഷൻസ് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ ഇനി. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആകും. ക്ലാസ്സസ്, ക്ലാസ് നോട്ട്സ്, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ ക്ലിയർ ആവും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയും ഓക്കെ ആവും, ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. അഗെയിൻ സ്റ്റഡി നോട്ട്സിന് അപ്പുറത്തേക്ക് ഒരു മെറ്റീരിയൽ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന രീതിയിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്കായിട്ട് നിലവിൽ PSCയിൽ ഇതുവരെ ഇല്ലാത്തൊരു ബുക്കാണ്. അതിന്റെ പ്രിന്റിങ്ങിലാണ്. ഈ മാസം അവസാനം ആപ്പ് ലോഞ്ച് ആവുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ ബുക്കും അവൈലബിൾ ആകും. 2019 KAS മുതൽ കഴിഞ്ഞ വർഷം നടന്ന LSG എക്സാം, ലാസ്റ്റ് നടന്ന LSG എക്സാം വരെ കൊണ്ട് നിർത്തിയിട്ടുള്ള PYQs ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, മലയാളം ലാംഗ്വേജ് ആണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സിലബസിന്റെ ഓർഡറിൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു സബ്ജക്ട് പഠിക്കുന്നു, അതിന്റെ PYQ അറ്റൻഡ് ചെയ്യുന്നു. അഗെയിൻ അടുത്ത സബ്ജക്ട് പഠിക്കുന്നു, അതിന്റെ PYQ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ സബ്ജക്റ്റിന്റെ കോർ ഏരിയാസ് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ബുക്ക് മാത്രം പഠിച്ചാൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം കവർ ആവും, അത്രേ ഉള്ളൂ. അതിനകത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അടക്കം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ്, ഒരു ബുക്കിൽ നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് പ്രിപ്പറേഷൻ തീരുമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ എന്താണ് പറയുന്നത്, ടോപ്പിക്സ് പിക്ക് ചെയ്ത് പഠിക്കുമ്പോൾ കണക്ഷൻ കുറഞ്ഞു വരും. അതുകൊണ്ട് പഠനത്തോടൊപ്പം അത് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോഴ്സ്, എവിടെ നിന്നാണ് കേരള PSCR ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ടുള്ളത്. പല സോഴ്സുകൾ ഉണ്ടാകും, സ്റ്റാൻഡേർഡ് സോഴ്സുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ, കേരള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നിന്നാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ, ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്, PIB, ദെൻ NCERT, SCERT, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ലക്ഷ്മികാന്ത് എന്ന് പറയേണ്ടി വരും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിനും അപ്പുറത്തേക്ക് പോയാൽ ഇഗ്നുവിന്റെ മെറ്റീരിയൽസ്, നല്ല രീതിയിൽ ചോദ്യങ്ങൾ, അതായത് പാറ്റേൺ ചേഞ്ച് നമുക്ക് മനസ്സിലാവും ഇയർ വൈസ് നോക്കുമ്പോൾ. 21, 22, 23 NCERT, SCERT ഫോക്കസ് ചെയ്തെങ്കിൽ 23, 24 വന്നപ്പോൾ ഇഗ്നുവിലേക്ക് കൂടുതലായിട്ട് പോകാൻ തുടങ്ങി. ദെൻ 2019 KASന്റെ എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ അന്നത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 5 നോട്ട്സിൽ നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കൂടുതൽ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽസിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് തോന്നുന്ന സോഴ്സുകൾ അടക്കം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കൂടെ കിട്ടും. അതിനകത്ത് ബുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്കും ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ദെൻ സ്റ്റുഡൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൂടി മെൻഷൻ ചെയ്ത് ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുക. എന്നാലേ ഇനി മുതലുള്ള ക്ലാസ്സുകളുടെ കാര്യങ്ങളും മറ്റും ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്ലാസ്സസ്. എനിത്തിങ് എനി സജഷൻസ് ഓർ എനി മോർ ഡൗട്ട്സ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ല? വെൽ എക്യുപ്ഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ആണോ?
വൈൻഡ് അപ്പ് ചെയ്യട്ടെ? ഓക്കെ ആണ് സർ. Okay. So see you in the next session. Thank you all. Good night.